ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ കോർപ്പറേറ്റ് റെഗുലേഷൻസിൻ്റെ ബാക്കി ചാപ്റ്റേഴ്സ് കൂടെ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ എല്ലാവരും റെഡിയായി എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയാം. സോ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 2 മൊഡ്യൂൾസ് ആണ്. മാനേജ്മെന്റ് ഓഫ് കമ്പനീസ് ആൻഡ് അതുപോലെ തന്നെ കമ്പനിയുടെ മീറ്റിംഗ് ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇന്നലെ ഷെയർസിനെ പറ്റിയും ഷെയർ ക്യാപിറ്റലിനെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മാനേജ്മെന്റ് ഓഫ് കമ്പനീസ്, മാനേജ്മെന്റ് ഓഫ് കമ്പനീസ് ഇൻ കോർപ്പറേറ്റ് റെഗുലേഷൻ. നമ്മളുടെ മൊഡ്യൂൾ 4 ആണ്, നമ്മുടെ സെം 4-ലെ. ഓക്കെ, അപ്പം എല്ലാവരും റെഡിയല്ലേ? ഇന്നത്തെ നമ്മളുടെ ഒരു ക്വിക്ക് റീക്യാപ്പ്. നമ്മൾ ഓൾറെഡി ചാപ്റ്റേഴ്സ് ഒക്കെ വിശദമായിട്ട് പഠിച്ച് സെറ്റായിരിക്കുവാണ്. ഇനി എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണല്ലോ നമുക്ക് വേണ്ടത്. സോ അതാണ് നിങ്ങൾക്ക് ഈ ഒരു ലൈവിലൂടെ കിട്ടാൻ വേണ്ടി പോകുന്നത്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്? നമ്മൾ ഓടിച്ച് റിവൈസ് ചെയ്ത് എക്സാമിന് സെറ്റ് ആയിരിക്കാൻ വേണ്ടി പോവാണ്. സോ എല്ലാവരും റെഡി ആയിരിക്കുക. നിങ്ങളുടെ നോട്ട്സ് എന്തെങ്കിലും കയ്യിലുണ്ടെന്ന്, നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ഒക്കെ, ഷോർട്ട് നോട്ട്സ് ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങളുടെ കയ്യിൽ റെഫറൻസിനായിട്ട് വയ്ക്കുക. മൊഡ്യൂൾസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു പേപ്പറും പേനയൊക്കെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നമുക്ക് നോട്ട് ചെയ്തിട്ട് എക്സാമിൻ്റെ തലേദിവസം നമുക്കൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം. ഓൾസോ നിങ്ങൾക്ക് ഈ നോട്ട്സും അവൈലബിൾ ആണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ത്രൂ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഇതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള ഒരു നോട്ട് കൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ഇട്ടേ നോക്കട്ടെ എത്ര പേരുണ്ട് റെഡി ആയിട്ടെന്നുള്ളത്. സോ ബാക്കി സബ്ജക്ട്സും എല്ലാവരും ഈ സബ്ജക്ട്സിനൊപ്പം നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക, നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. നമ്മുടെ ഈ സബ്ജക്ട്സിലെ ഷുവർ പാസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു 2 മൊഡ്യൂൾസിൽ നിന്ന് നമ്മൾ ഇന്ന് ഉറപ്പാക്കാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, നമുക്കൊരു 1 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ആരെങ്കിലും വരാനുണ്ടെങ്കിൽ, ഓൾറെഡി വന്നിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വരാം. അല്ലെങ്കിൽ എക്സാം ഹാളിൽ അവർ ചിലപ്പോൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഉത്തരം പറഞ്ഞുതരുമോ, ഇതിൻ്റെ ഉത്തരം പറഞ്ഞുതരുമോ എന്ന് ചോദിച്ചിട്ട്. അതുണ്ടാവാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, വിളിക്കുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ വിളിച്ചുകൊണ്ട് വേഗം വരാം. നമുക്കൊരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പേരെയും കൂടെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഓൾറെഡി വന്നവരൊക്കെ പറഞ്ഞ് എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ക്യാരറ്റ്, യെസ് ക്യാരറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ അതിലൊരു പ്രശ്നം പറഞ്ഞ് കണ്ടില്ല. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ തന്നെ നമുക്ക് ഇന്നത്തെ ലൈവ് അങ്ങോട്ട് ഐശ്വര്യമായിട്ട് തുടങ്ങാം. ക്യാരറ്റിന്റെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നോ? ക്ലിയർ ആണ്. ഓക്കെ 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 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാനേജ്മെന്റ് ഓഫ് കമ്പനീസ്, നമ്മുടെ കമ്പനീസ് ആക്ട് 2013 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ മൊത്തത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ ഷെയർ എങ്ങനെയാണ്, ഷെയർ ക്യാപിറ്റൽ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് അതെങ്ങനെയാണ്. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ ജുറിസ്ഡിഷ്യൽ പേഴ്സൺ ആണ് അല്ലേ, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും കമ്പനിക്ക് നേരിട്ട് പോയിട്ട് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഫിസിക്കലി അതിന് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ഇല്ല. അപ്പം അതിനെ മാനേജ് ചെയ്യാൻ സർട്ടൻ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് വേണം. അതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓക്കെ, ഇന്ന് നമുക്ക് ഓൾറെഡി 2 ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അധികം സമയം കളയാതെ മുന്നോട്ട് പോവാം. സോ എല്ലാവരും റെഡി ആയിരിക്കുക, ക്ലിയർ ആയിരിക്കുക. ഡൗട്ട്സ് ഉള്ളത് കമൻസിൽ ഇടുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് കമ്പനീസ് എന്നുള്ളതാണ്.
സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബോർഡ് അല്ലെങ്കിൽ ഒരു ഗവേണൻസ്, ഒരു കമ്പനിയുടെ ഗവേണൻസ് അല്ലെങ്കിൽ ഒരു ബോർഡ് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്തിനാണ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ സോറി ഗൈസ്, ഞാൻ വെള്ളം എടുക്കാൻ മറന്നുപോയായിരുന്നു. അപ്പം അതൊന്ന് പറഞ്ഞതാണ്. കുറച്ച് 2 മണിക്കൂർ നീണ്ടു നിൽക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് വെള്ളം കൊണ്ട് തരുമോ എന്ന് ചോദിച്ചതാണ് വന്നത്, ക്ഷമിക്കാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് ബോർഡ് അല്ലെങ്കിൽ ഗവേണൻസ് എന്താണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എക്സാമിനേക്ക് എന്താണ് ബോർഡ് എന്ന് ചോദിക്കാനുള്ള ചാൻസ് വളരെ റെയർ ആണ്. ബട്ട് ചോദിച്ചാൽ നമുക്ക് എഴുതണമല്ലോ. ഓക്കെ, ദ സുപ്രീം എക്സിക്യൂട്ടീവ് അതോറിറ്റി കൺട്രോളിംഗ് ദ മാനേജ്മെന്റ് ആൻഡ് അഫയേഴ്സ് ഓഫ് കമ്പനി, അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ബോർഡ് എന്ന് പറയുന്നത്. അതിൽ ആരൊക്കെയുണ്ട്? എ ടീം ഓഫ് ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ കളക്റ്റീവ്ലി നോൺ ആസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതിനെ നമ്മൾ ആ ഒരു ടീം ഓഫ് ഡയറക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതിൽ ഡയറക്ടേഴ്സിൻ്റെ ഒരു ടീമാണ്. ഇവരാണ് നമ്മുടെ കമ്പനിയിലെ മാനേജ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ദ പൊസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈസ് ദാറ്റ് ഓഫ് ട്രസ്റ്റ് ആസ് ബോർഡ് ഇസ് ഇൻട്രസ്റ്റഡ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി. എന്തിനു വേണ്ടിയിട്ട്? ടു ആക്ട് ഇൻ ദ, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. താങ്ക് യു. വെള്ളം വന്നു ഗൈസ്. ഓക്കെ, ഈവൻ ബോർഡ് കംപ്രൈസസ് ഇൻഡിവിജ്വൽ. അതിനകത്ത് ഡയറക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ തരത്തിലുള്ള ഡയറക്ടേഴ്സ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു കമ്പനിക്ക് മാക്സിമം നമുക്ക് 15 കൂടുതൽ ഡയറക്ടേഴ്സിനെ എന്ത് ചെയ്യാം? അപ്പോയിന്റ് ചെയ്യാം. ഈ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ നമ്പേഴ്സൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. കമ്പനി കമ്പനിക്ക് അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റും. എത്ര കൂടുതൽ? മോർ ദാൻ 15 ഡയറക്ടേഴ്സ് ആഫ്റ്റർ പാസിങ് എന്ത് ചെയ്യണം? അവർ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. 15 നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൽ കൂടുതൽ ഇവർ അപ്പോയിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഇസ് നോട്ട് റിക്വയർഡ്. സ്പെഷ്യൽ റെസൊല്യൂഷൻ മതിയാവും, സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ റിക്വയർഡ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. എ പീരീഡ് ഓഫ് 1 year ഹാസ് ബീൻ പ്രൊവൈഡഡ്. ഈ ഒരു റിക്വയർമെൻറ്റ്, അതായത് ഈ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന റിക്വയർമെൻറ്റ് കംപ്ലൈ ചെയ്യാനായിട്ട് ഓരോ കമ്പനിക്കും 1 വർഷം ടൈം പീരീഡ് അവൈലബിൾ ആയിരിക്കും. വിവോ ഇതിൻ്റെ PDF കിട്ടാൻ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി വാട്സപ്പ് ചാനൽ എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാം. ആ ലിങ്കിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. ആൻഡ് നമ്മൾ പറഞ്ഞത് ഡയറക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു മോർ ദാൻ 15 ഉണ്ട്, നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാം. 1 year ടൈം പീരീഡ് നമ്മൾ ഈ ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി കൊടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ സ്പെഷ്യൽ റെസൊല്യൂഷൻ മതിയാവും, സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ വേണ്ട. ഇനി 1 person കമ്പനി ആണെന്നുണ്ടെങ്കിൽ മിനിമം എത്ര ഡയറക്ടർ വേണം? 1 ഡയറക്ടർ മതിയാവും. 1 person കമ്പനിയിൽ എല്ലാം 1 ആണ്. നോമിനി 1, മെമ്പർ 1, ഡയറക്ടർ 1, എല്ലാം 1 ആണ്. സോ അത്രയും അങ്ങനെ ഓർത്തിരിക്കാം. ഇനി കമ്പനീസ് ആക്ട് 2013 റിക്വയർസ് കമ്പനീസ് ടു ഹാവ് ഫോളോയിങ് ക്ലാസ് ഓഫ് ഡയറക്ടേഴ്സ്. നമ്മൾ പറഞ്ഞു ഒരു ടീം ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അതിൽ ഏതൊക്കെ ആൾക്കാരാണ്, ഏതൊക്കെ സ്പെഷ്യൽ കുറച്ച് ക്ലാസ് ഓഫ് ഡയറക്ടേഴ്സ് അവിടെ ആവശ്യമുണ്ട് എന്ന് കമ്പനീസ് ആക്ട് 2013 പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഒരു റെസിഡൻറ്റ് ഡയറക്ടർ. എല്ലാവരും റെസിഡൻ്റ് ആയിരിക്കണം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു റെസിഡൻറ്റ് ഡയറക്ടർ എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇൻട്രൊഡ്യൂസ് ദ റിക്വയർമെൻറ്റ് ഓഫ് അപ്പോയിൻറ്റിങ് റെസിഡൻറ്റ് ഡയറക്ടർ. ഇനി റെസിഡൻറ്റ് ഡയറക്ടർ എന്താണ് എന്ന് ചോദിച്ചാൽ പീരീഡ് ഓഫ് സ്റ്റേ നോക്കുക. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ പറഞ്ഞ അദ്ദേഹം ഇന്ത്യയിൽ 182 days അല്ലെങ്കിൽ മോർ സ്റ്റേ ചെയ്തിട്ടുണ്ടോ, ഹി ഈസ് എ റെസിഡൻറ്റ് ഡയറക്ടർ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് കമ്പനീസ് ആക്ടിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതും പറയുന്നുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ കമ്പനീസ് ആക്ടിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ക്ലോസ് 49 അതിനെപ്പറ്റി പറയുന്നത്. എന്താണ് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഹു ഈസ് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ബോർഡ് ഇസ് എ പേഴ്സൺ ഓഫ് ഇൻറ്റഗ്രിറ്റി, പൊസസ് റെലവൻറ്റ് എക്സ്പെർട്ടൈസ് ആൻഡ് എക്സ്പീരിയൻസ്. കുറച്ച് ബുദ്ധിയും വിവരവും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ഒരാളെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് അയാൾക്ക് ഉണ്ടാവണം. ഹു ഈസ് ഓർ വാസ് നോട്ട് എ പ്രൊമോട്ടർ
of the company who is not related to the promoters അല്ലെങ്കിൽ directors who has അല്ലെങ്കിൽ had no pecuniary relationship with any of the above persons എന്ന് പറഞ്ഞാൽ നമ്മൾ 1 2 3 4 പോയിന്റ്സിൽ പറഞ്ഞിട്ടുള്ള ആൾക്കാരുമായിട്ട് പെക്യുനറി റിലേഷൻഷിപ്പിലുള്ള ആളാവാനും പാടില്ല. ആൻഡ് അതുപോലെ തന്നെ നൺ ഓഫ് ഹിസ് റിലേറ്റീവ്സ് ഹാസ് അല്ലെങ്കിൽ ഹാഡ് പെക്യുനറി റിലേഷൻഷിപ്പ് ഓർ ട്രാൻസാക്ഷൻ വിത്ത് ദ എബവ് പേഴ്സൺ. ആ പേഴ്സണ് മാത്രമല്ല ആ പേഴ്സൻ്റെ റിലേറ്റീവ്സിനും ഈ പറഞ്ഞ പോലെ പെക്യുനറി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാനായിട്ട് പാടില്ല. ഹു ഈസ് എനി ഓഫ് ദ റിലേറ്റീവ്സ് ഓഫ് KMP, അതുപോലെ തന്നെ എംപ്ലോയി പ്രൊപ്പറേറ്റർ പാർട്ട്ണർ, അതുപോലെ റിലേറ്റീവ്സ് holds together with the relatives to person or more voting power of the company. ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ ഷോർട്ട് പോയിന്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പാകത്തിനുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്നത്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ആൻസേഴ്സ് ആണ് പോയിന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. വായിച്ച് നോക്കിയിട്ട് തന്നെ പോവുക. ഓക്കെ, സോ അതാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൻ്റെ കേസ്. നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എത്ര പേര് വേണം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് പെർ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് നമ്മൾ പറഞ്ഞല്ലോ ക്ലോസ് 49 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. നമ്പർ ഓഫ് independent directors on the board of a listed was required to be equal to 1/3 of the board, where chairman of board is non-executive director. ബോർഡിൻ്റെ ചെയർമാൻ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ അവിടെ 1/3 ഓഫ് ബോർഡ് ആരായിരിക്കണം? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. അല്ലെങ്കിൽ 1/2 വെൻ ചെയർമാൻ എക്സിക്യൂട്ടീവ് ആണെന്നുണ്ടെങ്കിൽ 1/2, ചെയർമാൻ നോൺ എക്സിക്യൂട്ടീവ് ആണെന്നുണ്ടെങ്കിൽ 1/3 എന്ത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവണം എന്നുള്ളതാണ് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ഏതാണ്? ക്ലോസ് 49. ഈ കീവേഡ്സ് ഒക്കെ ഓർത്തിരിക്കുക. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിനെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ മെയിനായിട്ട് കോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ക്ലോസ് 49. അതുപോലെ തന്നെ ചെയർമാൻ നോൺ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ 1/3 ഓഫ് ദ ബോർഡ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആണെന്നുണ്ടെങ്കിൽ 1/2 ഓഫ് ദ ബോർഡ് ആരായിരിക്കണം? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു വുമൺ ഡയറക്ടർ ഉണ്ടായിരിക്കണം എന്നുള്ളതും കമ്പനീസ് ആക്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. കമ്പനീസ് ആക്ട് സ്പെസിഫൈ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് 1 വുമൺ ഡയറക്ടർ ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് 1 വുമൺ ഡയറക്ടർ ഉണ്ടായിരിക്കണം. അത് വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ഒരു വുമൺ ഡയറക്ടറിനെ നമ്മൾ മസ്റ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഒരു കമ്പനി ഈ ഒരു റിക്വയർമെൻറ്റ്, കമ്പനീസ് ആക്ടിൻ്റെ ഒരു റിക്വയർമെൻറ്റ് കംപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. ഇറ്റ്സ് എ മസ്റ്റ്. ആൻഡ് ഒരു ഡയറക്ടറിൻ്റെ എന്തൊക്കെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അയാൾക്കുള്ള എന്തൊക്കെ പണികളാണുള്ളത്, അയാൾ ഒരു ഡയറക്ടർ ആണെന്ന് പറഞ്ഞ് ഇയാൾക്ക് എന്തൊക്കെ പണിയാണ് ചെയ്യേണ്ടി വരുന്നത്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണുള്ളത് എന്ന് ചോദിച്ചാൽ, ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു വരും, ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ കുറച്ച് ജോലികൾ ആൾക്കുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ആണ് ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഈ പോയിന്റ്സ് ആണ് ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കമ്പനീസ് ആർട്ടിക്കിൾ. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുള്ള ഡ്യൂട്ടീസ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഡയറക്ടേഴ്സിന് ഉണ്ട്. ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊമോട്ട് ദ ഒബ്ജക്ട്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഒബ്ജക്ട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ് ഫെയ്ത്തിൽ ആക്ട് ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി ആർക്കുണ്ട്? നമ്മുടെ ഡയറക്ടറിന് ഉണ്ട്. അതുപോലെ തന്നെ എക്സസൈസ് ഡ്യൂട്ടീസ് വിത്ത് റീസണബിൾ കെയർ, സ്കിൽ, ഡെലിഗൻസ് ആൻഡ് എക്സസൈസ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് judgment. Director is not permitted to be involved in a situation which he may direct അല്ലെങ്കിൽ indirect interest that conflicts നമ്മുടെ കമ്പനിക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു കാര്യത്തിൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ആര് ഇൻവോൾവ് ആവാനായിട്ട് പാടില്ല? ഡയറക്ടർ ഇൻവോൾവ് ആവാനായിട്ട് പാടില്ല. അതും ഡയറക്ടറിൻ്റെ എന്താണ്? ഒരു ഡ്യൂട്ടി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അച്ചീവ് അല്ലെങ്കിൽ അറ്റംപ്റ്റ് ടു അച്ചീവ് അൺഡ്യൂ ഗെയിൻ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എയ്തർ ടു ഹിംസെൽഫ് ഓർ അതായത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഈ 2 പോയിന്റ്സ് ഇതിൻ്റെ സബ് പോയിന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. കമ്പനിയുടെ ഇൻട്രസ്റ്റിന് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാനായിട്ട് പാടില്ല? ആക്ട് ചെയ്യാനായിട്ട് ഡയറക്ടർ പാടില്ല. അത് ഡയറക്റ്റ് ആയിക്കോട്ടെ ഇൻഡയറക്റ്റ് ആയിക്കോട്ടെ. അതുപോലെ തന്നെ എന്തെങ്കിലും അൺഡ്യൂ ഗെയിൻ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് നേടിയെടുക്കാനായിട്ടും പാടില്ല എന്നുള്ളതാണ് ഡയറക്ടറിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഈ പോയിന്റ്സ് ആണ് എന്നുള്ളത് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഒരു കമ്മിറ്റി, ബോർഡിൽ ഒരു കമ്മിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ടൈപ്സ് ഓഫ് കമ്മിറ്റീനെ പറ്റി പഠിക്കാനുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഓഡിറ്റ് കമ്മിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി ഉണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി CSR കമ്മിറ്റി ഉണ്ട്. സോ ഇത്രയും കമ്മിറ്റീസ് ആണ് നമുക്ക്
കമ്പനീസ് ആക്ടിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ഒരു ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 50 ലക്ഷത്തിൽ കൂടുതൽ, 50 ലക്ഷത്തിലല്ലോ 5 കോടിയിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ₹50 million only were required to set up an audit committee comprising not less than 3 directors. അതിൽ എത്ര പേരുണ്ടാവണം? 3 directors അറ്റ്ലീസ്റ്റ് ഉള്ള ഒരു ഓഡിറ്റ് കമ്മിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ഇറ്റ്സ് എ മസ്റ്റ് ആസ് പെർ കമ്പനീസ് ആക്ട് 1956. തെറ്റരുത്, കമ്പനീസ് ആക്ട് 1956. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് കമ്പനീസ് ആക്ട് 2013 ആയിരുന്നു, ഇപ്പോൾ പറഞ്ഞത് 1956 ഓഡിറ്റ് കമ്മിറ്റിയുടെ റിക്വയർമെന്റ് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടാണ്? വെൽ കമ്പനീസ് ആക്ട് 1952 ഡിഡ് നോട്ട് റിക്വയർ ദ കമ്പനീസ് ടു സെറ്റ് അപ്പ് Nomination and Remuneration Committee. The listing agreement provided the companies with the option to constitute a remuneration company. 1956 ഈ ഒരു കമ്മിറ്റീൻ്റെ റിക്വയർമെന്റ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ലിസ്റ്റിംഗ് എഗ്രിമെന്റ് ക്ലോസ് 49 എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ ഒരു കമ്മിറ്റീനെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യേണ്ടതായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ലിസ്റ്റിംഗ് എഗ്രിമെന്റിലാണ്. നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റി ആണെന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്ട് 1956 പറഞ്ഞിട്ടുള്ളത്. നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്പനി സെറ്റപ്പ് ചെയ്യുന്നത് ക്ലോസ് 49 ലിസ്റ്റിംഗ് എഗ്രിമെന്റിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് കൺസിസ്റ്റിംഗ് ഓഫ് 3 or more നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഔട്ട് ഓഫ് വിച്ച് നോട്ട് ലെസ് ദാൻ 1/2 ആർ റിക്വയർഡ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് 3 or more നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ആ ഡയറക്ടേഴ്സിൽ തന്നെ നോട്ട് ലെസ് ദാൻ 1/2 ആർ റിക്വയർഡ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. ദെൻ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്യേണ്ടത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? 1956 പറഞ്ഞിട്ടില്ല. അപ്പോൾ എവിടെയായിരിക്കും പറഞ്ഞിട്ടുള്ളത്? ക്ലോസിംഗ് എഗ്രിമെന്റ് ലിസ്റ്റിംഗ് എഗ്രിമെന്റിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. സോ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ചു കാണാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് CSR കമ്മിറ്റി എന്നുള്ളത്. Companies Act 1956 did not impose any requirement companies to corporates ഈ ഒരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്യാനായിട്ട്. ഹൗഎവർ റിക്വയർ സർട്ടൻ കമ്പനീസ് ആക്ട് 2013 ഇത് പറഞ്ഞിട്ടുള്ളത് CSR കമ്മിറ്റി രൂപീകരിക്കേണ്ട കാര്യം പറഞ്ഞിട്ടുള്ളത്. എവിടെയാണ്? കമ്പനീസ് ആക്ട് 2013 ഇയർ ശ്രദ്ധിക്കണം, മുദ്ര ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മൾ ഇയർ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലിസ്റ്റിംഗ് എഗ്രിമെന്റ് പറഞ്ഞിട്ടുള്ളത് നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റീനെ പറ്റിയാണ്. ഓഡിറ്റിംഗ് കമ്മിറ്റീനെ പറ്റി പറഞ്ഞിട്ടുള്ളത് കമ്പനീസ് ആക്ട് 1956 CSR കമ്മിറ്റീനെ പറ്റി പറഞ്ഞിട്ടുള്ളത് 2013 കമ്പനീസ് ആക്ട് 2013 പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെ 4 കമ്മിറ്റീസ് ആണ് നമുക്ക് കമ്പനീസ് ആക്ടിൽ പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, ദെൻ ഒരു ഡയറക്ടർ, ഒരു ടീം ഓഫ് ഡയറക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡയറക്ടേഴ്സിനെ ഇനി എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഡീൽ ചെയ്യുന്ന പ്രൊവിഷനാണ് പ്രൊവിഷൻ സെക്ഷൻ 152 പറയുന്നത് അപ്പോയിൻമെന്റ് ഓഫ് ഡയറക്ടേഴ്സിനെ പറ്റി. സോ ഒരു ഫസ്റ്റ് ഡയറക്ടറിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഡയറക്ടേഴ്സ് മോസ്റ്റ് ഓഫ് ദി കമ്പനീസിൽ എങ്ങനെയാണ്? ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് AOA ആണ്. AOAയിൽ മോസ്റ്റ് ഓഫ് ദി ടൈം ഫസ്റ്റ് ഡയറക്ടറായിട്ട് ആരാണ് അപ്പോയിന്റഡ് ആവേണ്ടത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഇനി ഇല്ലാത്ത കേസ് ആണെന്നുണ്ടെങ്കിൽ ദെൻ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം ഹു ആർ ഇൻഡിവിജ്വൽസ് ഷാൽ ബി ഡീംഡ് ടു ബി ദ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി അണ്ടിൽ ഡയറക്ടർ ആർ ഡ്യൂലി അപ്പോയിന്റഡ്. ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യാത്ത പക്ഷം, AOAയിൽ നെയിം സ്പെസിഫൈ ചെയ്യാത്ത പക്ഷം നമ്മൾ എന്താണ് ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടത്തിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളവരെയാണ് നമ്മൾ ഫസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡയറക്ടർ എങ്ങനെയാണ് നോർമലി AOAയിൽ സ്പെസിഫൈ ചെയ്യാറുണ്ട്. സ്പെസിഫൈ ചെയ്തിട്ടില്ലാത്ത കേസിൽ ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം അൺടിൽ എപ്പോഴാണ് പ്രോപ്പറായിട്ട് ഒരു ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് വരെ. ദെൻ ഒരു അഡീഷണൽ ഡയറക്ടറിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പ്രൊവിഷൻ എന്ന് പറയുന്നത്? സെക്ഷൻ 161 പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ക്യാൻ അപ്പോയിന്റ്, അവർക്ക് അപ്പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ക്യാൻ അപ്പോയിന്റ്, അവർക്ക് അപ്പോയിന്റ് ചെയ്യാം. ഇഫ് സച്ച് പവർ ഈസ് കോൺഫേർഡ് ഓൺ ദം
ബൈ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. AOA അങ്ങനെ ഒരു പവർ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള അവരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് അഡീഷണൽ ആയിട്ട് ഒരു ഡയറക്ടറിനെ എന്ത് ചെയ്യാം, അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള ഓതറൈസേഷൻ അവിടുന്ന് കൊടുക്കണം, AOAയിൽ കൊടുക്കണം. സോ ദ അഡീഷണൽ ഡയറക്ടർ ഹോൾഡ് ഓഫീസ് ഓൺലി അപ് ടു ദ ഡേറ്റ് ഓഫ് നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. അടുത്തൊരു ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുന്നത് വരെ ഈ ഒരു അഡീഷണലി അപ്പോയിന്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം എന്നാണ് പറയുന്നത്. ആൻഡ് അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഓൺ വിച്ച് ആനുവൽ ജനറൽ മീറ്റിംഗ്, ആനുവൽ ജനറൽ മീറ്റിംഗ് നടന്നിട്ടില്ലാത്ത കേസാണെന്നുണ്ടെങ്കിൽ എന്നായിരുന്നു ലാസ്റ്റ് നടക്കേണ്ടിയിരുന്നത്, വിച്ച് എവർ ഈസ് ഏർലി, ഇതിലേത് ഡേറ്റ് ആണ് ആദ്യം വരുന്നത് ആ ഡേറ്റ് വരെ ആ ഒരു അഡീഷണൽ ഡയറക്ടറിന് എന്ത് ചെയ്യാം, ഓഫീസ് ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ഡയറക്ടർ പൊസിഷനിൽ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. Okay, a person who fails to get appointed as director in a general meeting cannot be appointed as additional director. ജനറൽ മീറ്റിംഗിൽ ഒരു ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റഡ് ആവാൻ സാധ്യതയില്ലാത്ത ഒരാളിനെ നമുക്ക് അഡീഷണൽ ഡയറക്ടറായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അവർക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി വെക്കാം, നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് അങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഇനി ഒരു ഓൾട്ടർനേറ്റീവ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ the board of directors of a company must be authorized by its articles അല്ലെങ്കിൽ റെസൊല്യൂഷൻ പാസ്ഡ്, ഒന്നെങ്കിൽ ആർട്ടിക്കിൾസ് പറയണം അല്ലെങ്കിൽ റെസൊല്യൂഷൻ ത്രൂ ഓതറൈസേഷൻ ഉണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഒരു ഓതറൈസേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ഓൾട്ടർനേറ്റ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റും. പേഴ്സൺ ഇൻ ഹൂസ് പ്ലേസ് ദ ഓൾട്ടർനേറ്റീവ് ഡയറക്ടർ ഇസ് ബീങ് അപ്പോയിന്റഡ് ഷുഡ് ബി ആബ്സെന്റ് ഫോർ എ പീരിയഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 3 months. അതായത് ഓൾട്ടർനേറ്റ് എന്നൊരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായല്ലോ, ഒന്നിന് പകരം ഒരാൾ. അപ്പോൾ ഒരു ഡയറക്ടർ അവിടെ ഉണ്ടായിരുന്നു, ആ ഡയറക്ടർ മോർ ദാൻ 3 months ആയിട്ട് ഇന്ത്യയിൽ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓൾട്ടർനേറ്റ് ഡയറക്ടറിനെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാം. ആ ഒരു മന്ത് എന്ന് പറയുന്നത് 3 months കേസാണ് അവിടെ പറയുന്നത്. ആൻഡ് പേഴ്സൺ ഇനി ആരാവാം എന്നുള്ളത്, അതർ ദാൻ പേഴ്സൺ ഹോൾഡിംഗ് എനി ഓൾട്ടർനേറ്റീവ് ഡയറക്ടർഷിപ്പ് ഫോർ എനി അതർ ഡയറക്ടർ ഓഫ് ദ കമ്പനി. ആ കമ്പനിയിൽ തന്നെ വേറെ ഏതെങ്കിലും ഡയറക്ടറിന് ഓൾട്ടർനേറ്റീവ് ഡയറക്ടറായിട്ട് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെയും അയാളെ വേറൊരു ഡയറക്ടറിനെ ആൾട്ടർനേറ്റ് ഡയറക്ടറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇഫ് ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ടു അപ്പോയിന്റ് ആൻ ഓൾട്ടർനേറ്റ് ഡയറക്ടർ ടു ആൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ, ഇറ്റ് മസ്റ്റ് ബി എൻഷുർഡ് ദാറ്റ് പ്രപ്പോസ്ഡ് അപ്പോയിന്റി ഓൾസോ സാറ്റിസ്ഫൈ ദ ക്രൈറ്റീരിയ ഫോർ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. ആരാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ആ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു ഡയറക്ടറിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ഈ ഡയറക്ടറും ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ ക്രൈറ്റീരിയ എന്ത് ചെയ്തിട്ടുണ്ടാവണം, പാസ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് പ്രൊവിഷനിൽ പറയുന്നത്. An alternative director should not hold office for a longer period than that permissible to the director in whose place he has been appointed. ഓൾറെഡി ഉണ്ടായിരുന്ന ഡയറക്ടറിന് എത്രത്തോളം ആയിരുന്നു ആ ഒരു ടൈം പീരിയഡ് ടു ബി ഇൻ ദാറ്റ് ഡയറക്ടർ പൊസിഷൻ, അത്രയും നാളത്തേക്കിന് മാത്രമേ ആ ഒരു ഓൾട്ടർനേറ്റ് ഡയറക്ടറിനും എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഡയറക്ടറായിട്ട് അപ്പോയിന്റഡ് ആവാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ ഷാൽ വെക്കേറ്റ് ദ ഓഫീസ് ഇഫ് ആൻഡ് വെൻ ദ ഡയറക്ടർ ഇൻ ഹൂസ് പ്ലേസ് ഹി ഹാസ് ബീൻ അപ്പോയിന്റഡ്. നമ്മൾ പറഞ്ഞു ഒരാൾ ഈ ഒരു സ്ഥലത്തില്ലാത്ത സാഹചര്യത്തിലല്ലേ നമ്മൾ ഒരു ഓൾട്ടർനേറ്റ് ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആ ഒറിജിനൽ ഡയറക്ടർ തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം, ഈ ഓൾട്ടർനേറ്റ് ഡയറക്ടർ ആ ഒരു ഡയറക്ടർഷിപ്പ് പോസ്റ്റിൽ നിന്ന് വെക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ നിന്ന് വെക്കേറ്റ് ചെയ്യണം എന്നുള്ളതും പ്രൊവിഷൻ പറയുന്നുണ്ട്. ഇഫ് ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ഒറിജിനൽ ഡയറക്ടർ, അതായത് ഫസ്റ്റ് ഡയറക്ടർ ഇസ് ഡിറ്റർമൈൻഡ്, ഫസ്റ്റ് ഡയറക്ടർ അല്ല ഒറിജിനൽ ഡയറക്ടർ എന്ന് തന്നെ വയ്ക്കുക, ഫസ്റ്റ് ഡയറക്ടർ വേറൊരു കൺസെപ്റ്റ് നമുക്കുണ്ടല്ലോ, ഈസ് ഡിറ്റർമൈൻഡ് ബിഫോർ ഹി സോ റിട്ടേൺ ടു ഇന്ത്യ. എനി പ്രൊവിഷൻ ഫോർ ദ ഓട്ടോമാറ്റിക് reappointment of retiring directors is in default. Another appointment shall apply to the original and not to the alternative director. അതായത് ഈ ഒറിജിനൽ ഡയറക്ടറിന്റെ ടേംസ് എന്ന് പറയുന്നത് ടേം ഓഫ് ഓഫീസ് എന്തെങ്കിലും ഡിഫോൾട്ട് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓട്ടോമാറ്റിക് റീഅപ്പോയിൻമെന്റ് അപ്ലൈ ആവുന്നത് ആ ഒരു ഒറിജിനൽ ഡയറക്ടറിലായിരിക്കും, അല്ലാതെ ആൾട്ടർനേറ്റ് ഡയറക്ടറിലായിരിക്കില്ല എന്നുള്ളതാണ്
ഈ ഒരു പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. സോ ഒരു ഓൾട്ടർനേറ്റ് ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ പാലിച്ചിരിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മെയിൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. നാളെ നിങ്ങളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുകയാണ്, അവിടെ നിങ്ങളൊരു ഡയറക്ടറായിട്ട് നിങ്ങൾ ഒരു പൊസിഷനിൽ ഇരിക്കുകയാണ്. അപ്പം അവിടെ നിങ്ങളൊരു ഓൾട്ടർനേറ്റ് ഡയറക്ടറെ നിങ്ങൾ അപ്പോയിന്റ് ചെയ്യേണ്ടി വരികയാണെന്ന് വെച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട പ്രൊവിഷൻസ് ആണ് ഈ പറയുന്നത്. ഇതിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്, കാരണം നിയമം മാറിക്കൊണ്ടിരിക്കും. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതനുസരിച്ച് നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? ഫോളോ അപ്പ് ചെയ്യണം. ഓക്കെ. ദെൻ ഒരു കാഷ്വൽ വേക്കൻസിയിലേക്ക് ഒരു ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? സെക്ഷൻ 161 തന്നെയാണ് പറയുന്നത്. 161 സബ്സെക്ഷൻ 4 ഇഫ് എനി വേക്കൻസി എന്തുകൊണ്ട് ഡെത്ത് അല്ലെങ്കിൽ റെസിഗ്നേഷൻ കൊണ്ട് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് ഡയറക്ടറിനെ നമ്മൾ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്? ജനറൽ മീറ്റിംഗിൽ ഷെയർ ഹോൾഡേഴ്സ് ആണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്. ജനറൽ മീറ്റിംഗിൽ ഷെയർ ഹോൾഡേഴ്സ് ആണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്. ബിഫോർ എക്സ്പയറി ഓഫ് ഹിസ് ടേം ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ക്യാൻ അപ്പോയിന്റ് ദ ഡയറക്ടർ ടു ഫിൽ അപ്പ് ദ വേക്കൻസി. ആ ഒരു വേക്കൻസി ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യാം? അപ്പോയിന്റ് ചെയ്യാം. The appointed director shall hold office only up to the term of the director whose place he is appointed. അതായത് ആ മരിച്ചുപോയ അല്ലെങ്കിൽ റിസൈൻ ചെയ്ത ഡയറക്ടറിന് എത്രത്തോളമായിരുന്നു ടൈം പീരീഡ് ഉണ്ടായിരുന്നത്, ആ ടൈം പീരീഡിലേക്ക് ഇയാൾക്ക് ആ ഒരു ഡയറക്ടർ പൊസിഷനിലിരിക്കാം. ആഫ്റ്റർ ദാറ്റ് ഹി ഹാവ് ടു വെക്കേറ്റ് എന്നുള്ളതാണ് പ്രൊവിഷൻ. ദെൻ ഇനി ഒരു ഡയറക്ടേഴ്സിന്റെ ഡ്യൂട്ടീസ് നമ്മൾ നേരത്തെ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ്. ഡ്യൂട്ടീസ് നമ്മുടെ ഡ്യൂട്ടി പറഞ്ഞു. ഇനി കുറച്ച് ലയബിലിറ്റി. ഒരു ഡയറക്ടർ പൊസിഷനിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് ഡയറക്ടേഴ്സിന് കുറച്ച് എന്തുണ്ട്? ലയബിലിറ്റീസ് കൂടിയുണ്ട്. ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ലയബിലിറ്റി ഒരു നോൺ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വരുന്ന ലയബിലിറ്റി എന്താണ് എന്ന് ചോദിച്ചാൽ, ഓൺലി ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ആക്ട് അല്ലെങ്കിൽ ആക്ട് ഓഫ് ഒമിഷൻ അല്ലെങ്കിൽ കമ്മീഷൻ ബൈ എ കമ്പനി വിച്ച് ഹാഡ് occurred with his knowledge, attributable through board process and with his consent, connivance, or where he had not acted diligently. അയാളുടെ കയ്യിരിപ്പോണ്ട് വരുത്തി വെക്കുന്നതിനൊക്കെ ഇയാൾ ലയബിൾ ആയിരിക്കും. ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആ ഒരു ബാധ്യതകൾക്ക് മാത്രമേ ലയബിൾ ആവുള്ളൂ. അയാളുടെ അതോറിറ്റിയിൽ അയാൾ ഡിലിജന്റ് അല്ലാതെ, ബുദ്ധിപരമല്ലാതെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ഒമിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കമ്മീഷൻ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുന്നതാണെന്നുണ്ടെങ്കിൽ, വിത്ത് ഹിസ് നോളജ്, അങ്ങനെയുള്ള ലയബിലിറ്റീസ് മാത്രമേ ആർക്ക് വരുള്ളൂ? ഒരു നോൺ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന് വരുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ലയബിലിറ്റി ഓഫ് ഡയറക്ടർ മേ ബി എ ലയബിലിറ്റി ആസ് ഓഫീസർ. ഒരു ഓഫീസറായിട്ട് ഇഫ് എനി ഓഫീസർ ഓഫ് കമ്പനി നോയിങ്ലി, ഈ ഓഫീസർ എന്ന് പറയുന്നത് ഡയറക്ടറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നോയിങ്ലി കൺസീൽസ് ദ നെയിം ഓഫ് എനി ക്രെഡിറ്റർ എൻടൈറ്റിൽഡ് ടു ഒബ്ജക്ട് ടു ദ റിഡക്ഷൻ. അതുപോലെ തന്നെ നോയിങ്ലി മിസ്റെപ്രസെന്റ് ദ നേച്ചർ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഡെറ്റ് അല്ലെങ്കിൽ ക്ലെയിം ഓഫ് എനി ക്രെഡിറ്റർ. ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ അബേറ്റ്സ് അല്ലെങ്കിൽ privy to any such concealment or misrepresentation as confessor, he shall be liable under section 447. ഒരു ഡയറക്ടർ ആസ് എൻ ഓഫീസർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഹി വിൽ ബി ലയബിൾ ആസ് പെർ സെക്ഷൻ 447. സെക്ഷൻ 447 പ്രകാരം ഒരു ഡയറക്ടർ ആ ഒരു കേസിൽ ആസ് എൻ ഓഫീസർ എന്നൊരു പൊസിഷനിൽ നിർത്തിക്കൊണ്ട് ആൾക്ക് ലയബിലിറ്റി വരും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ലയബിലിറ്റി ഓഫ് ഓഫീസർ ഇൻ ഡിഫോൾട്ട്. എന്തെങ്കിലും അതായത് ഈ ഓഫീസർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡയറക്ടറിനെ തന്നെയാണ്. ഇയാൾ ഡിഫോൾട്ടിംഗ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് ലയബിലിറ്റി വരുന്നത് ഏത് സെക്ഷനിലായിരിക്കും? സെക്ഷൻ 450 ലയബിലിറ്റി വരുന്നത്. ഇനി ഫ്രോഡ് റിലേറ്റഡ് ആയിട്ട് ആൾ ഇൻവോൾവ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലായിരിക്കും ലയബിലിറ്റി വരുന്നുണ്ടാവുക? ഫ്രോഡ് ഇൻ റിലേഷൻ ടു അഫെയർസ് ഓഫ് കമ്പനി അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റ് ഇൻക്ലൂഡ്സ് എനി ആക്ട് അല്ലെങ്കിൽ ഒമിഷൻ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ തന്നെ, ആക്ട്സ്, ഒമിഷൻ, ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ഒമിഷൻ, കമ്മീഷൻ ഓഫ് ബൈ ദ ആക്ട് ആക്ടിബിറ്റബിൾ ടു ദ ബോർഡ് വിത്ത് ഹിസ് കൺസെന്റ് കൺവെൻസ്, ഈ ഒരു പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഫ്രോഡിന്റെ കേസിലും അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ ഫ്രോഡിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റിയും വരുന്നുണ്ടാവും എന്നുള്ളതാണ്. ആൻഡ് എനി പേഴ്സൺ ഹു ഈസ് ഫൗണ്ട് ടു ബി ഗിൽറ്റി ഓഫ് ഫ്രോഡ്, ഏതെങ്കിലും ഒരു ഡയറക്ടറിനെ നമ്മൾ ഈ ഫ്രോഡിൽ പിടിക്കുവാണെന്നുണ്ടെങ്കിൽ ഷാൽ ബി പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം ഷാൽ നോട്ട് ബി ലെസ് ദാൻ 6 months which may extend to 10 years. 6 to 10 years, 6 വർഷം തൊട്ട് 10 വർഷം വരെ അയാൾക്ക് കഠിന തടവ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫൈൻ എന്ന് പറയുന്നത് shall not be less than amount involved in the fraud and which may extend to 3 times of the fraud. ഫ്രോഡിലുള്ള എമൗണ്ട് അല്ലെങ്കിൽ 3 into അതിൻ്റെ 3 times വരെ നമുക്കതിനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്.
Personal liability, directors can be made personally liable if when the director entered into a contract in their own. ഡയറക്ടർ ഒരു കമ്പനിയിൽ എന്തിനാണ് അപ്പോയിൻറ്റഡ് ആയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ എന്തിനാണ്? കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആവാനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ആണ് ഡയറക്ടേഴ്സ് ഉള്ളത്. ആ ഡയറക്ടർ ഓൺ ബിഹാഫ് ഓഫ് ദറ്റ് കമ്പനി ആയിരിക്കണം പെർഫോം ചെയ്യേണ്ടത്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അതിനും ഈ ഡയറക്ടേഴ്സിന് ഒരു ലയബിലിറ്റി വരും. അതുപോലെ തന്നെ സെക്ഷൻ 35 സിവിൽ ലയബിലിറ്റി ഫോർ മിസ് സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളിലൊക്കെ ഡയറക്ടേഴ്സിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സിവിൽ ലയബിലിറ്റി ആർക്ക് വരും? നമ്മളുടെ ഡയറക്ടേഴ്സിന് വരും. ഓക്കെ, ദെൻ ഒരു ഡയറക്ടർ ആയിട്ട് വരാൻ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലിസ്റ്റ് കൂടെയൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് എക്സാമിന് പോവുക. നിങ്ങൾക്ക് നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. അൺഡിസ്ചാർജ് ഇൻസോൾവെന്റ്, അതുപോലെ തന്നെ അഡ്ജുഡിക്കേറ്റഡ് ആസ് ഇൻസോൾവെന്റ് ആയിട്ട് ഉടനെ തന്നെ പ്രഖ്യാപിക്കുമെന്നൊരു നിലയിൽ നിൽക്കുന്ന ഒരാൾ, കൺവിക്റ്റഡ് അല്ലെങ്കിൽ സെന്റൻസ്ഡ് ടു ഇംപ്രിസൺമെന്റ് ഫോർ അറ്റ്ലീസ്റ്റ് 6 months to 5 years. അതുപോലെ തന്നെ എക്സ്പയറി എന്ത് ചെയ്തില്ല ആയിട്ടില്ല. അതുപോലെ തന്നെ കൺവിക്റ്റഡ് ആൻഡ് സെൻറ്റൻസ്ഡ് ഫോർ എ പീരീഡ് ഓഫ് 7 years or more. അതുപോലെ തന്നെ ഡിസ്ക്വാളിഫൈങ് ഹിം ഫോർ അപ്പോയിൻമെന്റ് ആസ് ഡയറക്ടർ പാസ്ഡ് ബൈ കോർട്ട്, ട്രിബ്യൂണൽ. ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾക്ക് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ഈ പോയിന്റ്സ് എല്ലാം കൂടെ നിങ്ങൾ വായിച്ചിട്ട് പോവുക. who all are disqualified for appointed as a director എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഈ ഒരു ഉത്തരങ്ങളാണ്. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റ്സ് എല്ലാം ഒന്ന് വായിച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ഇപ്പോൾ ഒന്ന് വായിക്കുക, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വായിക്കുക, ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ വായിക്കുക, എക്സാമിന് തലേ ദിവസം ഒന്നുകൂടെ വായിച്ചാൽ നിങ്ങളത് ഒരിക്കലും മറന്നു പോവാതെ നിങ്ങൾ ഓർത്തിരിക്കും. സോ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് ശ്രദ്ധിച്ച് തന്നെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, ദെൻ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ് എന്ന് നമ്മൾ ഡിഫൈൻ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് എഴുതി വെക്കേണ്ടത്? ഇതാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് എന്താണ്? കൺട്രോൾ ഓഫ് മാനേജ്മെന്റ്. എവിടെ? ഇൻ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു താല്പര്യങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ മാനേജ്മെന്റിനെ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. അതിനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? Accountability to shareholders who elects directors and auditors and vote on pay. ഇതാണ് കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഡിഫൈൻ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഈ ഒരു ഉത്തരമാണ്. ആൻഡ് ഇനി നമ്മൾ നേരത്തെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു പോയിന്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു കമ്മിറ്റിയുടെ കാര്യം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞതായിരുന്നു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് ചോദിച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു എ ബിസിനസ് പ്രാക്ടീസ് ദാറ്റ് ഇൻവോൾവ്സ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഇനിഷ്യേറ്റീവ്സ് ദാറ്റ് ബെനിഫിറ്റ് സൊസൈറ്റി. നമ്മളൊരു ഒരു ഒരു വ്യവസായ സ്ഥാപനം, ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയായിട്ട് ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കുമ്പോൾ ആ സൊസൈറ്റിക്ക് കമ്പനിയെ കൊണ്ട് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടാവണം. ആ ഒരു രീതിയിൽ ഒരു ബെനിഫിറ്റ്സിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിസിനസ് അപ്രോച്ച്. അതൊരു ബിസിനസ് അപ്രോച്ച് ആണ് ദറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബൈ ഡെലിവറിംഗ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ബെനിഫിറ്റ് ഫോർ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും എക്കണോമിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ എൻവയോൺമെന്റൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഹായ് രാഹുൽ. ദെൻ ഒരു 3 ടൈപ്പ് ഓഫ് എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എൻവയോൺമെന്റൽ ഉണ്ട്, ഫിലാന്ത്രോപ്പി ഉണ്ട്, എത്തിക്കൽ ലേബർ പ്രാക്ടീസ് ഉണ്ട്. എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഓൺ പ്രൈമറി ഫോക്കസ് ഈ എൻവയോൺമെന്റിലാണ്. കോർപ്പറേറ്റ് CSRൽ ഒരു പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് എവിടെയാണ്? ഈ പറയുന്ന എൻവയോൺമെന്റിലാണ്. ബിസിനസ്സസ് ബോത്ത് ലാർജ് ആൻഡ് സ്മോൾ ഹാവ് എ ലാർജ് കാർബൺ ഫുട് പ്രിന്റ്. എനി സ്റ്റെപ്പ് ദേ ക്യാൻ ടേക്ക് ടു റെഡ്യൂസ് എ ഫുട് പ്രിന്റ്സ് ആർ കൺസിഡേർഡ് ബോത്ത് ഗുഡ് ഫോർ ദ കമ്പനി ആൻഡ് സൊസൈറ്റി ആസ് എ ഹോൾ. കാർബൺ ഫുട് പ്രിന്റ്സ് റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്കും അതുപോലെ തന്നെ സൊസൈറ്റിക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുക. ആ രീതിയിലുള്ള എൻവയോൺമെന്റൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഫിലാന്ത്രോപ്പി എന്ന് വെച്ചാൽ ഓൾസോ സോഷ്യൽ പ്രാക്ടീസ് ബൈ ഡൊണേറ്റിംഗ് ടു നാഷണൽ ആൻഡ് ലോക്കൽ ചാരിറ്റീസ്. അതിനെയാണ് ഫിലാന്ത്രോപ്പി എന്ന് പറയുന്നത്. എന്താണ്?
ഡൊണേറ്റിംഗ് ടു നാഷണൽ ആൻഡ് ലോക്കൽ ചാരിറ്റീസ്. ആൻഡ് അതുപോലെ തന്നെ എത്തിക്കൽ ലേബർ പ്രാക്ടീസ് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈ ട്രീറ്റിംഗ് എംപ്ലോയീസ് ഫെയർലി ആൻഡ് എത്തിക്കലി. എംപ്ലോയീസിനെ നമ്മൾ ഫെയർ ആയിട്ട് എത്തിക്കലി നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. അതും കമ്പനിയുടെ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആക്കാവുന്ന കാര്യം ആണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മുടെ സൊസൈറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആയത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ പോയിന്റ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ആണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. ഇൻക്രീസ്ഡ് എംപ്ലോയി ലോയാലിറ്റി ആൻഡ് റിട്ടൻഷൻ, അതുപോലെ തന്നെ ഗെയിൻ ലെജിറ്റിമസി ആൻഡ് ആക്സസ് ടു മാർക്കറ്റ്സ്, ലെസ് ലിറ്റിഗേഷൻ, ഇൻക്രീസ്ഡ് ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, ബോൾസ്റ്ററിങ് പബ്ലിക് ഇമേജ് നമ്മൾ ബൂസ്റ്റ് ചെയ്യുക. നമുക്ക് ബോൾസ്റ്ററിങ് എന്ന വേർഡ് മാറ്റിയിട്ട് നമുക്ക് ബൂസ്റ്റിംഗ് എന്ന് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. boosting and reputation and enhanced brand value, less volatile stock value, avoiding state regulation, increased customer loyalty. So ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സൊസൈറ്റിക്ക് എന്തായത് ഇമ്പോർട്ടൻ്റ് ആയത്. സോ നമ്മളുടെ മാനേജ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അല്ല കമ്പനി, മാനേജ്മെൻറ്റ് ഓഫ് കമ്പനിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മെയിൻ പോയിന്റ്സ് ആണ് നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ളത് നമ്മളുടെ ഏതാണ്, മീറ്റിംഗ് അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി മീറ്റിംഗ്സ്, കമ്പനി വൈൻഡിങ് അപ്പ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. അതും വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അത് ജസ്റ്റ് നമുക്കൊന്ന് തുടങ്ങി വെച്ചിട്ട് നമുക്കൊരു ചെറിയ ബ്രേക്ക് ഒക്കെ പോയിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ബിഫോർ ദാറ്റ് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. നമ്മളൊരു കമ്പനിയുടെ മീറ്റിങ്ങിൽ ഏതൊക്കെ തരത്തിലുള്ള മീറ്റിംഗ് ഉണ്ടാവും, എങ്ങനെയൊക്കെയാണ് ആ ഒരു മീറ്റിംഗ് നടക്കേണ്ടത്, അതുപോലെ തന്നെ ഒരു വാലിഡ് മീറ്റിംഗ് ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ നോട്ടീസ്, ഏതൊക്കെ തരത്തിലുള്ള മീറ്റിംഗ് ആണ് എന്നുള്ളത് പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് മീറ്റിങ്ങിന് ശേഷം ഏതൊക്കെ തരത്തിലുള്ള മീറ്റിംഗ് പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ആർക്കൊക്കെ നടത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ കോറം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ അല്ലേ, കോറം എന്നുള്ളത്. അതായത് കമ്പനിയിൽ നമ്മളൊരു മീറ്റിംഗ് വെക്കുന്ന സമയത്ത് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഒരു വാലിഡ് മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ മിനിമം ഇത്രയെങ്കിലും ആൾക്കാർ ഉണ്ടായിരിക്കാം എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ് കോറം. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ മീറ്റിംഗ്സിൻ്റെ ചെയർമാൻ, പ്രോക്സീസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഓർഡിനറി ആൻഡ് സ്പെഷ്യൽ റെസൊല്യൂഷൻസിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അഡ്ജോൺമെൻറ്റിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. മിനിറ്റ്സ് ഓഫ് മീറ്റിങ്ങിനെ പറ്റി പഠിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് ഫോമിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് കീപ്പ് ചെയ്യേണ്ടത്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഓരോ പ്രൊവിഷൻസ് പറയുമ്പോഴും ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഓരോ കമ്പനികൾ ഇത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻ കേസ് ആരെങ്കിലും ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാവുന്ന പെനാൽറ്റി അല്ലെങ്കിൽ അതിന് എന്താണ് എഫക്റ്റ്, കോൺട്രവെൻഷനുള്ള എഫക്റ്റ് എന്താണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വാലിഡ് ബോർഡ് മീറ്റിങ്ങിൻ്റെ കാര്യം, കീ മാനേജറിയൽ പേഴ്സൺ, അതുപോലെ വൈൻഡിങ് അപ്പ് എങ്ങനെയാണ്, അതിൻ്റെ മോഡ്സ് ഓഫ് ക്ലോഷർ ഓഫ് കമ്പനി ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇടാലോ രാഹുൽ, ഇടാലോ, തീർച്ചയായിട്ടും ഇടാലോ. കമ്പനി ഒരു വൗണ്ട് അപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ വൗണ്ട് അപ്പ് ബൈ ട്രിബ്യൂണൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എന്നുള്ളത് പറയുന്നുണ്ട്. വൈൻഡിങ് അപ്പ് ട്രിബ്യൂണൽ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സർക്കംസ്റ്റൻസസ് ഏതൊക്കെയാണ്, കോർട്ട് അല്ലെങ്കിൽ ട്രിബ്യൂണൽ വൈൻഡ് അപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കുന്നുണ്ട്. ഒരു വൈൻഡിങ് അപ്പ് കമ്മിറ്റിനെ നമ്മൾ രൂപീകരിക്കുന്നുണ്ട്. ലിക്വിഡേറ്റർ ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്, യെസ് ലിക്വിഡേറ്റർ. അത് കഴിഞ്ഞ് ഒരു വൈൻഡിങ് അപ്പിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നും കൂടെ നോക്കിയാൽ നമ്മളുടെ ഈ ഒരു ചാപ്റ്ററും കഴിയുന്നതായിരിക്കും. വളരെ ചെറിയൊരു പോയിന്റ്സ് ആണ്. നമുക്ക് ചാപ്റ്റേഴ്സ് വളരെ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചും കൂടെ അധികം പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയാസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ആഫ്റ്റർ ബ്രേക്ക് നമുക്ക് ഈ പോയിന്റ്സും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ എല്ലാവരും ചെറിയൊരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് വരാം. നിങ്ങൾക്ക് ബ്രേക്ക് വേണ്ടെങ്കിലും എനിക്കൊരു ചെറിയ ബ്രേക്ക് വേണം. സോ നമുക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ.
സോ ഹായ് എല്ലാവർക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും പോയി തിരിച്ചു വന്നു എന്ന് കരുതുന്നു. തിരിച്ചു വന്നെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മീറ്റിംഗ്സിലേക്ക് കടക്കാം. കുറച്ച് മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ദ ഡിസിഷൻ മേക്കിംഗ് പവർ, നമ്മുടെ കമ്പനിയുടെ ഡിസിഷൻ മേക്കിംഗ് പവർ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? മെമ്പേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. Okay, general meetings of members provide a platform to express their will in regard to the management of affairs of the company. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡയറക്ടേഴ്സ് ആരൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡയറക്ടേഴ്സിൻ്റെ മെമ്പേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൽ ഇവർ ഇംപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് പറയുന്നത്? ജനറൽ മീറ്റിംഗ്സ് എന്ന് പറയുന്നത്. എന്താണ് ജനറൽ മീറ്റിംഗ്സ്? ഓക്കെ, ഒരു മീറ്റിംഗ് എല്ലാ വർഷവും നടത്തണം എന്നുള്ളത് എന്താണ്? കമ്പൽസറി ആണ്. ഇറ്റ് ഇസ് കമ്പൽസറി അറ്റ്ലീസ്റ്റ് വൺ മീറ്റിംഗ് എല്ലാ വർഷവും നടത്തണം എന്നുള്ളത്. ഹോൾഡിംഗ് ഓഫ് മോർ ജനറൽ മീറ്റിംഗ് ഈസ് ലെഫ്റ്റ് ടു ദ ചോയ്സ് ഓഫ് മാനേജ്മെന്റിന്. വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നടത്താം, പക്ഷെ അറ്റ്ലീസ്റ്റ് വണ്ണെങ്കിലും നടത്തിയിട്ടുണ്ടാവണം എന്നുള്ളത് ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഇനി ഏതൊക്കെ തരത്തിലുള്ള മീറ്റിംഗ് ഉണ്ട്? മെമ്പേഴ്സിന് മീറ്റിംഗ് നടത്താം. മെമ്പേഴ്സിന് മീറ്റിംഗ് നടത്താനാണെന്നുണ്ടെങ്കിൽ ദ മീറ്റിംഗ് ഈസ് റിക്വയർഡ് ടു ബി ഹെൽഡ് ഫോർ സീക്കിംഗ് അപ്രൂവൽ ടു. ഓർഡിനറി ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തിയാൽ മതി. സ്പെഷ്യൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് നടത്തണം. ഇനി എന്താണ് ഈ ഓർഡിനറി ബിസിനസ് അല്ലെങ്കിൽ എന്താണ് സ്പെഷ്യൽ ബിസിനസ് എന്നുള്ളത് നമുക്ക് വഴിയെ പഠിക്കാം. ആൻഡ് അതുപോലെ തന്നെ മെമ്പേഴ്സ് മീറ്റിംഗ് പോലെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് നടത്താം. എവറി കമ്പനി limited by shares, company limited by shares, and every company limited by guarantee having a share capital within not less than 1 month and not more than 6 months from the date at which company is entitled to commence a business. അവരെന്ത് ചെയ്യണം? ജനറൽ മീറ്റിംഗ് നടത്തിയിട്ടുണ്ടാവണം. 1 to 6 months കമ്പനി ബിസിനസ് കമൻസ് ചെയ്യേണ്ട ആ ഒരു ഡേറ്റ് തൊട്ട് 1 to 6 month ഗ്യാപ്പിൽ ഇതെന്ത് ചെയ്യണം? മീറ്റിംഗ് നടത്തിയിട്ടുണ്ടാവണം എന്നുള്ളതാണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. ഇനി സ്റ്റാറ്റ്യൂട്ടറി മീറ്റിങ്ങിൻ്റെ പുറകെ ഒരു സംഭവമുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം? ബിഫോർ ദ ഡേ ഓൺ വിച്ച് മീറ്റിംഗ് ഇസ് ടു ബി ഹെൽഡ്. എല്ലാ മെമ്പേഴ്സിനും എന്ത് ചെയ്തിട്ടുണ്ടാവണം? ഒരു റിപ്പോർട്ട്. ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവണം. ദെൻ ഇനി ഒരു ക്ലാസ് മീറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ ഡിഫറെൻറ്റ് ക്ലാസ്സുകളിൽ നടത്തുന്ന മീറ്റിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലാസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലാസ് മീറ്റിംഗ് ഓഫ് ഹോൾഡേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഷെയർസ് ആർ ടു ബി ഹെൽഡ്. എപ്പോഴാണ് അവർ ഡിഫറെൻ്റ് ആയിട്ട് നടത്തേണ്ടത് എന്ന് ചോദിച്ചാൽ ഇഫ് ദ റൈറ്റ് അറ്റാച്ചിങ് ടു ദീസ് ഷെയർസ് ആർ വേരിഡ്. ഈ ഡിഫറെൻറ്റ് ക്ലാസ്സിലുള്ള റൈറ്റ്സ് വേരിയിങ് ആണെന്നുണ്ടെങ്കിൽ ആ ഡിഫറെൻറ്റ് ക്ലാസ്സുകൾക്ക് എന്ത് നടത്താൻ വേണ്ടി പറ്റും? ക്ലാസ് മീറ്റിംഗ്സ് നടത്താൻ വേണ്ടി പറ്റും. ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുകയാണ്. എന്താ? വാട്ട് ആർ ദ റിക്വസിറ്റ്സ് ഓഫ് എ വാലിഡ് മീറ്റിംഗ്? ഒരു മീറ്റിംഗ് വാലിഡ് ആയിട്ടുണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് റിക്വസിഷൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ അതോറിറ്റിയിലായിരിക്കണം മീറ്റിംഗ് നടത്തേണ്ടത്. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ നോട്ടീസ്, നോട്ട് ലെസ് ദാൻ 21 ക്ലിയർ ഡേയ്സ് നോട്ടീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ കോറം, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോറം തികയേണ്ടതായിട്ടുണ്ട് ഒരു വാലിഡ് മീറ്റിംഗ് നടത്താൻ. അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ചെയർ പേഴ്സൺ അതിനകത്ത് ഉണ്ടാവണം. അതുപോലെ തന്നെ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്, മിനിറ്റ്സ് ഓഫ് ദ പ്രൊസീഡിങ്സ് മസ്റ്റ് ബി കെപ്റ്റ്. ഇത്രയുമാണ് ഒരു വാലിഡ് മീറ്റിംഗ് നടത്തേണ്ടതിൻ്റെ റിക്വസിറ്റ്സ്. ഇനി ഒരു ഷോർട്ട് നോട്ടീസ്, അതായത് ഒരു 21 ക്ലിയർ ഡേയ്സിൻ്റെ കാര്യം നമ്മളിവിടെ പറഞ്ഞു. 21 ക്ലിയർ ഡേയ്സിൻ്റെ കാര്യം നമ്മളിവിടെ പറഞ്ഞു. ഈ 21 ഡേയ്സിൽ കുറഞ്ഞ ഒരു ഡേറ്റിൽ ഇഷ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഷോർട്ട് നോട്ടീസിൽ ഇഷ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷനാണ് ഇതാ ഈ പെട്ടിക്കോളത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു ജനറൽ മീറ്റിംഗ് മേ ബി കോൾഡ് ആഫ്റ്റർ ഗിവിംഗ് അപ്പോൾ ഷോർട്ട് നോട്ടീസ് ഓൾസോ. എപ്പോഴാണ്? ഇഫ് കൺസെന്റ് ഇൻ ഗിവൺ in writing by electronic mode by not less than 95% of the members entitled to vote. ആ ഒരു മീറ്റിങ്ങിൽ വോട്ട് ചെയ്യാൻ എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ളവരിൽ 95% ആൾക്കാർ കൺസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഒരു ഷോർട്ട് പീരീഡിൽ അവർക്ക് എന്ത് ചെയ്യാം? നോട്ടീസ് ഇഷ്യൂ ചെയ്ത് മീറ്റിംഗ് നടത്താവുന്നതാണ്. ഇനി ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വൺസ് ഇൻ എ ഇയർ നടത്തുന്ന ഒരു മീറ്റിംഗ് ആണ്. ആൻഡ് വിതിൻ ഈ പറഞ്ഞ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്, അതായത് ഒരു കമ്പനി കമൻസ് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് നമ്മൾ നടത്തേണ്ടത്
within 9 months from the closing of first financial year close ചെയ്ത് within 9 months നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യണം. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ഇയർ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് വിതിൻ 9 months നടത്തണം. സബ്സിക്വൻ്റ് ആയിട്ടുള്ളത് വിതിൻ 6 months ഫ്രം ദ ക്ലോസിംഗ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 6 months അവർ നടത്തിയിട്ടുണ്ടാവണം. ആൻഡ് അതുപോലെ തന്നെ 2 മീറ്റിംഗ്സ് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 15 months ആയിരിക്കണം. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. രജിസ്ട്രാർ മേ ഫോർ എനി സ്പെഷ്യൽ റീസൺ എക്സ്റ്റെൻഡ് ദ ടൈം വിതിൻ എനി ഈ പറഞ്ഞ 6 months 9 months എന്നുള്ളത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു എക്സ്റ്റൻഷൻ നോട്ട് എക്സീഡിങ് 3 months 3 monthsൽ കൂടുതൽ ഒരു എക്സ്റ്റൻഷനിലേക്ക് പോകാനായിട്ട് പാടില്ല എന്നുള്ളതാണ് റൂൾ. ഇനി ടൈം ആൻഡ് പ്ലേസ് ഫോർ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് എവിടെ വെച്ച് നടത്തും, എപ്പോൾ നടത്തും എന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ 9 AM to 6 PM ഓൺ എനി ഡേ ദാറ്റ് ഇസ് നോട്ട് എ നാഷണൽ ഹോളിഡേ അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഡേറ്റിൽ 6 to 9 വരെയുള്ള ഒരു ടൈമിൽ ഇവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, മീറ്റിംഗ് നടത്താവുന്നതാണ്. ഡിഫോൾട്ട് ഇൻ ഹോൾഡിംഗ് ആനുവൽ ജനറൽ മീറ്റിംഗിൽ ഡിഫോൾട്ട് കാണിച്ചാൽ എന്താണ് പണിഷ്മെന്റ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് ചോദിച്ചാൽ കമ്പനി ആൻഡ് എവറി ഓഫീസറിന് ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 1 lakh. അതുപോലെ തന്നെ കണ്ടിന്യൂയിങ് ഡിഫോൾട്ട് ആണെന്നുണ്ടെങ്കിൽ 5,000 ഈച്ച് ഡേ. ഓരോ ദിവസം ഇവർ ഈ ഒരു എന്താ പറയുക കോൺട്രൻഷൻ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്, ഈ ഒരു ഡിഫോൾട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഓരോ ദിവസവും 5,000 പെർ ഡേ ഇവർ എന്ത് ചെയ്യണം, പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരും, വലിയ വില കൊടുക്കേണ്ടി വരും. ഓക്കെ, ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് അറ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ഒരു ആനുവൽ ജനറൽ മീറ്റിംഗിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ തീരുമാനിക്കേണ്ടത് എന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 102 പറയുന്നത്. എന്താണ് പറയുന്നത്? that all other businesses transacted at annual general meeting. ആനുവൽ ജനറൽ മീറ്റിങ്ങിനെ നമുക്ക് ഇനി വേണമെങ്കിൽ AGM എന്ന് ഓമന പേരിട്ട് വിളിക്കാം. എപ്പോഴും ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ചിലപ്പം തെറ്റിപ്പോവും. അതുകൊണ്ട് നമുക്കിനി AGM എന്ന് വിളിക്കാം. എക്സെപ്റ്റ് ഫോളോയിങ് ആ സ്പെഷ്യൽ ബിസിനസ്, അതായത് ഈ താഴെ പറയുന്ന കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എന്തൊക്കെ നടത്തിയാലും അവിടെ എന്താണ്, അത് സ്പെഷ്യൽ ബിസിനസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇതെന്താണ്, ഓർഡിനറി ബിസിനസ് ആണ്. ഇത് എന്തൊക്കെയാണ്? കൺസിഡറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റിപ്പോർട്ട്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ്, then declaration of dividend, appointment of directors, appointment അല്ലെങ്കിൽ fixing remuneration for auditors. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക ആസ് എന്താ ഓർഡിനറി ബിസിനസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഡിനറി ബിസിനസ്. അതുപോലെ തന്നെ എവിടെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? യെസ്, മെമ്പേഴ്സ് മീറ്റിംഗിൽ ഓർഡിനറി ബിസിനസ് ആണെങ്കിൽ ആനുവൽ ജനറൽ മീറ്റിങ്ങും, സ്പെഷ്യൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് ഇൻ ദ ഓർഡിനറി ബിസിനസ്. ഇതാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ബിസിനസ് എന്താണെന്നുള്ളത് ഇതൊഴിച്ച് ബാക്കി എന്ത് നടന്നാലും അതെന്താണ്, സ്പെഷ്യൽ ബിസിനസ് ആണ്. സോ ഈ 4 ഓർഡിനറി ബിസിനസ്സുകൾ പഠിച്ചു വെച്ചിരിക്കുക. ഇത് ഒഴിച്ച് ബാക്കി എന്ത് നടന്നാലും എന്താണ്, സ്പെഷ്യൽ ബിസിനസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് നമുക്ക് ആർക്കൊക്കെ വിളിക്കാം? ബോർഡിന് വിളിക്കാം. അല്ലെങ്കിൽ ബോർഡ് ഓൺ റിക്വസിഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് പറയുകയാണ് ഞങ്ങൾക്ക് ഇതുപോലൊരു അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് വിളിക്കണം എന്ന് ബോർഡിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് ബോർഡിന് ഈ ഒരു റിക്വസിഷനിൽ മീറ്റിംഗ് നടത്താം. ഇനി അല്ല, ബോർഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇവരുടെ അടുത്ത് പറഞ്ഞു ഇവർ ഒരു സ്പെസിഫിക് ടൈം പീരീഡ് കഴിഞ്ഞിട്ടും ഇവരെന്ത് ചെയ്യുന്നില്ല മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ റിക്വസിഷനിസ്റ്റിന് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാം, മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം. ഇനിയല്ല, ട്രിബ്യൂണലിന് ഈ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത് വൺസ് ഇൻ എ ഇയർ നടത്തേണ്ട ഒരു മീറ്റിംഗ് ആണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത് കമ്പനി തുടങ്ങി അതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞു, ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് വിതിൻ 9 monthsനുള്ളിൽ നമ്മൾ നടത്തണം. ബാക്കി സബ്സിക്വൻ്റ് ആയിട്ട് വരുന്ന ആനുവൽ ജനറൽ മീറ്റിംഗ്സ് എല്ലാം നമ്മൾ വിതിൻ 6 months കണ്ടക്ട് ചെയ്യണം. ഈ 2 ആനുവൽ ജനറൽ മീറ്റിംഗിൽ തമ്മിൽ ഒരു 15 monthsന്റെ ഗ്യാപ്പ്, നോട്ട് എക്സീഡിങ് 15 monthsന്റെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇനി ഈ പറഞ്ഞ 6 months അല്ലെങ്കിൽ 9 months നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ് ടു 3 months വരെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എവിടെയാണ് നടത്തേണ്ടത്, എപ്പോഴാണ് നടത്തേണ്ടതെന്ന് ചോദിച്ചാൽ നാഷണൽ ഹോളിഡേ അല്ലാത്ത ഏതൊരു ദിവസം വേണമെങ്കിലും നമുക്ക് ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാവുന്നതാണ്.
ടൈം എന്ന് പറയുന്നത് ഓഫീസ് ബിസിനസ് അവേഴ്സ് ആണ് പറയുന്നത്, 9 AM to 6 PM ആണ് പറയുന്നത്. ഇനി കമ്പനിയോ അല്ലെങ്കിൽ ഓഫീസറോ ഈ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിഫോൾട്ട് നടത്തുവാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന ഫൈന്, പെനാൽറ്റി, പണിഷ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫൈൻ വരുന്നത് അപ് ടു 1 lakh ആണ്. പിന്നെ വരുന്നത് കണ്ടിന്യൂയിങ് ഡിഫോൾട്ട് ആണെങ്കിൽ പെർ ഡേ 5,000 ഫോർ ഈച്ച് ഡേ വരുന്നുണ്ടാവും. ഇനി ബിസിനസ് ട്രാൻസാക്റ്റഡിലാണ് കൺഫ്യൂഷൻ വന്നിട്ടുള്ളത് എങ്കിൽ ഈ താഴെ പറഞ്ഞിരിക്കുന്നത് ഓർഡിനറി ബിസിനസ് ആണ്. ഇതല്ലാതെ എന്ത് ബിസിനസ് നടത്തിയാലും അതിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? സ്പെഷ്യൽ ബിസിനസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെമ്പേഴ്സ് മീറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർഡിനറി ബിസിനസ് എവിടെയാണ്? ആനുവൽ ജനറൽ മീറ്റിംഗിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഓർഡിനറി ബിസിനസ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഓഡിറ്റേഴ്സിന്റെ റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത് ഈ പറഞ്ഞ ഓർഡിനറി ബിസിനസ് ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് ഒരു ഓർഡിനറി ബിസിനസ് ആണ്. ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, റിട്ടയറിംഗ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു ഓർഡിനറി ബിസിനസ് ആണ്. അതുപോലെ തന്നെ എന്താണ്? റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഓഡിറ്റേഴ്സിന്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നതൊക്കെ എന്താണ്? ഓർഡിനറി ബിസിനസ് ആണ്. രാഹുൽ ഓക്കെ ആണോ? ഇനി ഒരു വാലിഡ് മീറ്റിംഗ് വരണം, ഒരു മീറ്റിംഗ് വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ കോറം തികയണം എന്നുള്ളത് നമ്മൾ പറഞ്ഞത്. എന്താണ് ഈ കോറം? അതായത് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ബി പേഴ്സണലി പ്രസന്റ്. ആ ഒരു വേർഡ് നിങ്ങൾ ഓർത്തിരിക്കുക, ടു ബി പേഴ്സണലി പ്രസന്റ്. ഒരു വാലിഡ് മീറ്റിംഗ് നടത്തണം എന്നുണ്ടെങ്കിൽ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് കമ്പനി മേ പ്രൊവൈഡ് ഫോർ എ ഹയർ നമ്പർ. നമ്മളിവിടെ താഴെ കുറച്ച് റൂൾസ് പറയുന്നുണ്ട്. ഈ റൂൾസിൽ കൂടിയ ഒരു എമൗണ്ട് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് പേഴ്സണലി പ്രസന്റ് ആവണമെന്ന് കമ്പനിക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് അത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലൂടെ ഓതറൈസ് ചെയ്യാം. ഈ പറയുന്ന നമ്പർ നമ്മൾ പഠിച്ചു വെക്കുക. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ആർട്ടിക്കിൾസിൽ ഇത്ര നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇതിനേക്കാൾ കൂടുതൽ ഒരു നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നമ്പർ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ പറയുന്നത് ഒരു പബ്ലിക് കമ്പനിയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ 1000 മെമ്പേഴ്സ് ഒക്കെ ഉള്ള ഒരു കമ്പനി ആണെന്ന് വെച്ചോ, അവിടെ 5 മെമ്പേഴ്സ് എങ്കിലും പേഴ്സണലി പ്രസന്റ് ആയിരിക്കണം. ഇനി 1000 കൂടുതലുണ്ട് പക്ഷെ 5000 കുറവാണെന്ന് വെച്ചാൽ 15 മെമ്പേഴ്സ് എന്തുണ്ടാവണം? പേഴ്സണലി പ്രസന്റ്, പേഴ്സണലി പ്രസന്റ് ആയിരിക്കണം. ഇനി 5000 കൂടുതൽ മെമ്പേഴ്സ് ഉള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവിടെ മിനിമം 30 മെമ്പേഴ്സ് ആണ് എന്തിന്? കോറം തികയാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ 2 മെമ്പേഴ്സ് പേഴ്സണലി പ്രസന്റ് എങ്കിലും ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? കോറം തികയാനായിട്ട്. ഇനി ഇൻ കേസ് ഈ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ കമ്പനിയുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു, ഹാഫ് ആൻ അവറിനുള്ളിൽ എന്ത് വന്നിട്ടില്ല? കോറം തികഞ്ഞിട്ടില്ല. എന്താണ് നമ്മളുടെ സിറ്റുവേഷൻ? ഇത് stand adjourned to the same day next week at the same time place or to such other date or such other time place as board may determine. ബോർഡ് വേറൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം ഇതേ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഈ മീറ്റിംഗ് പിന്നീട് നടത്തുന്നതായിരിക്കും. ഇനി അല്ല ബോർഡ് വേറെ സ്ഥലം സമയവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ആ സമയത്ത് ആ ഒരു ദിവസം നടത്തുന്നതായിരിക്കും. ഇനി റിക്വസിഷനിസ്റ്റിന് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ഒക്കെ വിളിക്കാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ വിളിച്ച ഒരു മീറ്റിംഗിലാണ് കോറം തികയാതെ വന്നത് എങ്കിൽ എന്താണ് സിറ്റുവേഷൻ? ഈ മീറ്റിംഗ് ക്യാൻസൽഡ് ആവും. ഈ മീറ്റിംഗ് എന്താവും? ക്യാൻസൽഡ് ആവും. ഓക്കെ അല്ലേ? ഇനി നമ്മളുടെ മീറ്റിംഗിൽ കമ്പനി ഒരു മീറ്റിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് അവിടെ ഒരു ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ അവിടെ വേണ്ടതായിട്ടുണ്ട്. Members personally present at the meeting shall elect one of themselves to be the chairman on show of hands. അതായത് നമ്മൾ ഈ ക്ലാസ്സിന്റെ ലീഡറിനെയൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുമ്പം ഒരാളുടെ പേര് സജസ്റ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും പാസ്സാവും. തീർച്ചയായിട്ടും നിങ്ങൾ തുടങ്ങിക്കോ. ഇന്നൊട്ടെന്നല്ല, ഇപ്പം തൊട്ട് തുടങ്ങിക്കോ. നീ ഉറപ്പായിട്ട് പാസ്സാവും. ഇപ്പം നമ്മൾ പണ്ട് ക്ലാസ്സിൽ ലീഡേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യില്ലേ, 1-2 പേരുടെ സജഷനൊക്കെ വരുമ്പോൾ ഇന്ന ആള് സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെ ഉണ്ടെന്ന് വെച്ചുമ്പോൾ നമ്മൾ കൈബുക്ക് കാണിക്കാറില്ലേ? ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പം പേഴ്സണലി പ്രസന്റ് ആയിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഒരാളെ ഷോ ഓഫ് ഹാൻഡ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്യണം. ഇൻ കേസ് ഈ പോൾ ഡിമാൻഡഡ് ആണ്, അങ്ങനെ പറ്റില്ല. പോളിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ചെയർപേഴ്സണെ അപ്പോയിന്റ് ചെയ്യണം എന്നൊരു ഡിമാൻഡ് വരുവാണ് എന്നുണ്ടെങ്കിൽ ആ പോളിലൂടെ എന്ത് ചെയ്യാണ്? ഒരു ചെയർപേഴ്സണെ അല്ലെങ്കിൽ ഒരു ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത് വരെ
The chairman elected on show of hands shall continue to be the chairman. ഓക്കെ, ആ ഒരു പോളിലൂടെ ഒരു ചെയർമാനെ സെലക്ട് ചെയ്യുന്നത് വരെ. ഇനി ഒരു പ്രോക്സിയുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താ പറഞ്ഞത്, കോറത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പേഴ്സണലി പ്രസന്റ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വാലിഡ് മീറ്റിംഗിൽ ഉണ്ടാവണം, കോറം തികയണമെന്നുണ്ടെങ്കിൽ ഈ മെമ്പേഴ്സ് എല്ലാം പേഴ്സണലി നേരിട്ട് ഇവിടെ വരണം എന്നുണ്ട്. ഇൻ കേസ് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്താണ് പ്രൊവിഷൻ എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള സംഭവം. പ്രോക്സീസ് സെക്ഷൻ 105 സെക്ഷൻ 105 പറയുന്നത്, ഏതെങ്കിലും ഒരു മെമ്പറിന് പറ്റുന്നില്ല, cannot attend the meeting and vote at the meeting, shall entitled to appoint another person as a proxy to attend and vote at the meeting on this behalf. ഇതിന്റെ ബിഹാഫിൽ വേറൊരാളെ അറ്റൻഡ് ചെയ്യിക്കാനുള്ള ഒരു റൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഓപ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോക്സീസ് സെക്ഷൻ 105 എന്ന് നമ്മൾ പറയുന്നത്. പ്രോക്സിക്ക് അവിടെ മിണ്ടാൻ പാടില്ല, ഹി മസ്റ്റ് ബി സൈലന്റ്, മിണ്ടരുത്. ആള് എന്ത് ചെയ്യണം, പോളിലൂടെ വോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഷാൽ നോട്ട് ആക്ട് ആസ് പ്രോക്സി ഓൺ ബിഹാഫ് ഓഫ് മോർ ദാൻ 50 മെമ്പേഴ്സ്. 50 മെമ്പേഴ്സിൽ കൂടുതൽ വരുന്ന മെമ്പേഴ്സിന് പ്രോക്സി ആയിട്ട് ഒരാൾക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് അപ്പോയിന്റിംഗ് പ്രോക്സി, ഒരു പ്രോക്സിനെ അപ്പോയിന്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് 48 hours ബിഫോർ ദ മീറ്റിംഗ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഫോം നമ്പർ MGT 11 നമ്മൾ ഡെപ്പോസിറ്റ് കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടാവണം. 48 hours മുമ്പ്, മീറ്റിങ്ങിന് 48 hours മുമ്പ് കൊടുത്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഏത് ഫോമിലാണ്, ഫോം നമ്പർ MGT 11, ഫോം നമ്പർ MGT 11. ആൻഡ് ഈ പ്രോക്സി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്ക് അവിടെ സംസാരിക്കാനുള്ള അവകാശം ഉണ്ടോ? ഇല്ല. ആൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. ആ വോട്ട് എങ്ങനെയായിരിക്കും, പോളിലൂടെ ആയിരിക്കും വോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഓർഡിനറി റെസൊല്യൂഷൻ എന്താണ്, സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. രാഹുൽ വായിച്ചു നോക്കിയേ, പെട്ടെന്ന് വായിച്ചു നോക്കുക. എന്തോ അവശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു. ഓക്കെ, if any, chairman exceeds if any vote cast against the resolution, including casting vote if any of chairman exceeds the vote if any cast against the resolution. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് നോക്കിക്കേ. സ്പെഷ്യൽ റെസൊല്യൂഷൻ എപ്പോഴാണ്, ഇന്റൻഷൻ ടു പർപ്പസ് റെസൊല്യൂഷൻ എവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, നോട്ടീസിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നോട്ടീസ് റിക്വയർഡ് അണ്ടർ ദ ആക്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്യൂലി കൊടുത്തിട്ടുണ്ട്. Votes cast in favor of the resolution are required to be not less than 3 times number of the votes if any cast against the resolution. Cast against the resolution and cast in favor എന്ന് പറയുന്നത് നമ്മളൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ റെസൊല്യൂഷൻ. ഒരു തീരുമാനത്തിൽ ഒരു കാര്യത്തിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. അതിന് ഓപ്പോസിങ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, അതിന് സപ്പോർട്ടിങ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ ഒരു കേസാണ് ഇവിടെ പറയുന്നത്. നോട്ട് ലെസ് ദാൻ എന്താണ്, 3 times the number of votes if any cast against the resolution. എഗൻസ്റ്റ് ആയിട്ടുള്ള വോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ 3 times എങ്കിലും സപ്പോർട്ടിങ് ആയിട്ടുള്ള വോട്ട്സ് വേണം എന്നുള്ളതാണ് പറയുന്നത്. റെസൊല്യൂഷൻ പാസ്ഡ്. ഇനി ഒരു അഡ്ജേൺഡ് മീറ്റിംഗ് നമ്മൾ പറഞ്ഞല്ലോ, കോറം തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ സ്ഥലം ഇതേ തീയതി നമ്മൾ നടത്തും എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഒരു കേസിൽ നമ്മൾ പാസ് ചെയ്യുന്ന റെസൊല്യൂഷൻ്റെ ഒരു വാലിഡിറ്റിനെ പറ്റി സെക്ഷൻ 116 പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്, റെസൊല്യൂഷൻ ഷാൽ ബി ട്രീറ്റഡ് ആസ് പാസ്ഡ് ഓൺ ദ ഡേ ഇറ്റ് വാസ് ആക്ച്വലി പാസ്ഡ് ആൻഡ് നോട്ട് ഓൺ ദ ഏർലിയർ ഡേറ്റ്. എന്നായിരുന്നു ആക്ച്വലി ആ ഒരു നമ്മൾ പാസ് ചെയ്തത്, ആ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തത്, ആ ഡേറ്റിൽ തന്നെ റെസൊല്യൂഷനായിട്ട് നമ്മളിതിനെ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ആസ് പെർ സെക്ഷൻ 116 എന്താണ്, റെസൊല്യൂഷൻ പാസ്ഡ് അറ്റ് അഡ്ജേൺഡ് മീറ്റിംഗ്. ആസ് പെർ സെക്ഷൻ 116 എന്താണ് പറയുന്നത്, വേറെ റെസൊല്യൂഷൻ ഇസ് പാസ്ഡ് അറ്റ് അഡ്ജേൺഡ് മീറ്റിംഗ് ഓഫ് എ കമ്പനി, ഹോൾഡർ ഓഫ് എനി ക്ലാസ് ഓഫ് ഷെയർസ് ഇൻ എ കമ്പനി അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. The resolution shall be treated as passed on the day it was actually passed. അതായത് ഈ അഡ്ജേൺഡ് ഡേറ്റിലാണ് പാസ് ചെയ്തതെങ്കിൽ ആ ദിവസം തന്നെ നമ്മളത് പാസ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യും. ഒറിജിനൽ ഡേറ്റിലല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളത്.
ഇനി റെസൊല്യൂഷൻസ് ആൻഡ് എഗ്രിമെന്റ് ടു ബി ഫിൽഡ് വിത്ത് രജിസ്ട്രാർ. എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഫോം നമ്പർ MGT-1/14 നമ്മൾ വിതിൻ 30 days ഓഫ് ഇറ്റ്സ് പാസിംഗ് നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് വൈസ് എന്താടാ? 14 days നമ്മൾ എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം. ആർക്ക് ഫയൽ ചെയ്യണം? രജിസ്ട്രാറിന് ഫയൽ ചെയ്യണം. ദെൻ മിനിറ്റ്സ് എന്ന് പറയുന്നത് ഒരു മീറ്റിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നുള്ളൊരു റെക്കോർഡ്. ആ റെക്കോർഡിനെയാണ് നമ്മൾ മിനിറ്റ്സ് എന്ന് പറയുന്നത്. പ്രൊവൈഡ്സ് ദാറ്റ് എവറി കമ്പനി ഷാൽ പ്രിപ്പയർ, സൈൻ ആൻഡ് കീപ് മിനിറ്റ്സ് ഓഫ് പ്രൊസീഡിങ്സ് ഓഫ് എവറി ജനറൽ meeting and all the proceedings of any class of shareholders അല്ലെങ്കിൽ creditors ആയിക്കോട്ടെ, board of directors ആയിക്കോട്ടെ, committee ആയിക്കോട്ടെ, and also resolution passed by the postal ballot എത്ര ദിവസത്തിനുള്ളിൽ? within 30 days-നുള്ളിൽ. റെസൊല്യൂഷന്റെ ആൻസർ എടാ ഇത് വലിയ സെന്റൻസ് ആണെന്നേ ഉള്ളൂ. ഇതൊരു പോയിന്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതൊരു ഒറ്റ പോയിന്റ് ആയി പോയെന്നേ ഉള്ളൂ. ഇച്ചിരി വലിയ പോയിന്റ് ആയി പോയെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു കുറവ്. അൺലെസ് അതർവൈസ് ഇറ്റ് ഈസ് എ വാലിഡ് പോയിന്റ്. ഓക്കെ, സോ നമ്മൾ വിത്തിൻ 30 days ഓഫ് കൺക്ലൂഷൻ ഓഫ് എവറി സച്ച് മീറ്റിംഗ്, ഓരോ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് പ്രിപ്പയർ ചെയ്ത് സൈൻ ചെയ്ത് കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള അത്യാവശ്യം ഉണ്ട്. അതിനകത്ത് നമ്മൾ പാസ് ചെയ്തിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യുന്നുണ്ടാവണം. ഡിസ്റ്റിങ് മിനിറ്റ് ബുക്ക് ഷാൽ ബി മെയിൻറ്റെയിൻ ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് മീറ്റിംഗ്. ഓരോ ടൈപ്പ് ഓഫ് മീറ്റിങ്ങിനും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്ത് മിനിറ്റ്സ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഈ മിനിറ്റ്സിനെ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെക്ഷൻ 119 അതിനുള്ള റൂൾസ് പറയുന്നത്. എന്താണ്? മിനിറ്റ്സ് ബുക്സ് ഓഫ് ജനറൽ മീറ്റിംഗ് ഷാൽ ബി കെപ്റ്റ്. എവിടെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്? രജിസ്റ്റർഡ് ഓഫീസിലാണ്. ആൻഡ് ഷാൽ ബി ഓപ്പൺ. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഇൻസ്പെക്ഷൻ. ആർക്ക്? മെമ്പേഴ്സിന്. ഡ്യൂറിങ് ദ ബിസിനസ് അവേഴ്സ്. ബിസിനസ് അവേഴ്സിൽ നിങ്ങൾക്ക് ചാർജ് ഒന്നും ഇല്ലാതെ, പേയ്മെന്റ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മിനിറ്റ്സ് വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്യാം. ആർക്ക്? മെമ്പേഴ്സിന് ഇൻസ്പെക്ട് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? ബിസിനസ് അവേഴ്സിൽ without any charge. A member shall be entitled for a copy of any minute subject to the payment. ഇനി അവർക്ക് അതിൻ്റെ ഒരു കോപ്പി വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു പേയ്മെന്റിൽ എന്ത് ചെയ്യാം? ഈ കോപ്പി കളക്ട് ചെയ്യാവുന്നതാണ്. അത് ഒരു പേജിന് 10 രൂപയിൽ കൂടുതൽ പേയ്മെന്റ് നമുക്ക് കളക്ട് ചെയ്യാനുള്ള പ്രൊവിഷനും ഇല്ല. ആൻഡ് ദ ട്രിബ്യൂണലിന് നമുക്ക് വേണമെങ്കിൽ ഇമ്മീഡിയറ്റ് ഇൻസ്പെക്ഷൻ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾക്ക് ഇലക്ട്രോണിക് ഫോമിൽ കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് സെക്ഷൻ എത്രയാണ്? സെക്ഷൻ 120. ഡോക്യുമെന്റ്സ്, അതുപോലെ തന്നെ റെക്കോർഡ്സ്, രജിസ്റ്റേഴ്സ്, മിനിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോണിക് ഫോമിൽ നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. റൂൾ പറയുന്നത് റൂൾ 27 എവറി ലിസ്റ്റഡ് കമ്പനി ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിന് not less than 1000 shareholders, debentures അല്ലെങ്കിൽ അത് security shareholders shall maintain its records to be maintained under the act in എവിടെ? electronic formula. Rule 27 പ്രകാരം listed companies having not less than 1000 shareholders ആയിക്കോട്ടെ, debentures ആയിക്കോട്ടെ, and other security holders ആയിക്കോട്ടെ, അവർക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോണിക് ഫോമുല കീപ്പ് ചെയ്യാവുന്നതാണ്. എങ്ങനെയായിരിക്കണം? സെയിം ഫോർമാറ്റിലായിരിക്കണം. ഓൾ അതർ റിക്വയർമെൻറ്റ്സ് പ്രകാരം ഉള്ള ഫോർമാറ്റിലായിരിക്കണം. എങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു ഇലക്ട്രോണിക് ഫോം നമ്മൾ കീപ്പ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ പോയിന്റ്സ് എല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോവാം. അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, ഇലക്ട്രോണിക് ഫോമിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഏത് രീതിയിൽ വേണമെന്ന് ബോർഡിന്റെ താല്പര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ഇലക്ട്രോണിക് ഫോമിൽ കീപ്പ് ചെയ്യാനായിട്ട്. ഇനി ഈ ഇലക്ട്രോണിക് ഫോമിൽ നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇതിനൊരു സേഫ്റ്റി എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ മാനേജിംഗ് ഡയറക്ടർ, അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറി ഓർ എനി അതർ ഡയറക്ടർ അല്ലെങ്കിൽ ഓഫീസർ ആസ് ദ ബോർഡ് മേ ഡിസൈഡ്. ബോർഡ് തീരുമാനിക്കുന്ന മറ്റേതെങ്കിലും ഓഫീസർ ഓഫ് കമ്പനി ആയിരിക്കും സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. ഇനി ഇലക്ട്രോണിക് ഫോമിൽ വെച്ചിട്ടുള്ള, നേരത്തെ നമ്മൾ ഇൻസ്പെക്ഷൻ്റെ കാര്യം പറഞ്ഞു, നോർമൽ ഫോമിലുള്ള ഒരു ഫിസിക്കൽ ഫോമിലുള്ളതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇലക്ട്രോണിക് ഫോമിലുള്ള ഡോക്യുമെൻസിൻ്റെ ഒരു വെരിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഇൻസ്പെക്ഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ പിന്നെ കമ്പനി മെയിൻറ്റെയിൻസ് ഇലക്ട്രോണിക് ഫോമിൽ
and any duty imposed by the Act rule made thereunder to make these records available for inspection and to provide copies of the whole or a part of these records shall be construed as the duty to make records available for inspection in electronic form and on inspection വേണ്ടിയിട്ട് മാത്രമല്ല കോപ്പീസ് പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ട് ആ ഒരു ഇൻസ്പെക്ഷനും അതുപോലെ തന്നെ കോപ്പീസ് പ്രൊവൈഡ് ചെയ്യാനും ഉള്ള ഒരു സിറ്റുവേഷനിലായിരിക്കണം ഇലക്ട്രോണിക് ഫോമിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും പ്രൊവിഷൻസിൽ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തിയാൽ നിങ്ങൾക്ക് വരുന്ന പെനാൽറ്റി ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 5,000 rupees. കോൺട്രവെൻഷൻ കണ്ടിന്യൂയിങ് ആണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോവുകയാണ്. നിങ്ങളത് തിരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഈച്ച് ഡേ എവറി ഡേ ആഫ്റ്റർ ദ ഫസ്റ്റ് ഡേ ഡ്യൂറിങ് സച്ച് കോൺട്രവെൻഷൻ 500 rupees for every day. 500 per day, 5,000 and 500 rupees per day. ഇതാണ് ഇവിടുത്തെ പെനാൽറ്റി. ഈ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ റിപ്പോർട്ട് നമ്മൾ ഫോം നമ്പർ, ഏത് ഫോം നമ്പറാണ്? ഫോം നമ്പർ MGT 15 വിത്തിൻ 30 days ഓഫ് മീറ്റിംഗ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. റിപ്പോർട്ട് ഓഫ് ജനറൽ മീറ്റിംഗ് നമ്മൾ ആനുവൽ ജനറൽ മീറ്റിംഗിന് നമ്മൾ എന്താണ് വിളിക്കുന്നത്? AGMന്റെ റിപ്പോർട്ട് നമ്മൾ വിത്തിൻ 30 days നമ്മൾ രജിസ്ട്രാറിന് അടുത്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഫോം നമ്പർ ഏതാണ്? ഫോം നമ്പർ MGT 15. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നോട്ടീസ് ഓഫ് മീറ്റിങ്ങിനെ പറ്റി. റെഫേഴ്സ് ടു ഒരു ഡോക്യുമെന്റ് ദാറ്റ് ഈസ് സെൻഡ് ടു ഓൾ ഡയറക്ടേഴ്സ് ഓഫ് കമ്പനിയുടെ എല്ലാ ഡയറക്ടേഴ്സിനെയും ഇൻഫോം ചെയ്യുകയാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ദിസ് ഡോക്യുമെന്റ് ഇൻഫോംസ് ദ മെമ്പേഴ്സ്. എന്തൊക്കെ കാര്യങ്ങളാണ്? വെന്യൂ, ഡേറ്റ്, ടൈം, അജണ്ട. എന്തിനാണ് അജണ്ട എന്ന് വെച്ചാൽ എന്തിനാണ് ഈ മീറ്റിംഗ് എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ അത്. ഇനി കോറത്തിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാലിഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പോയിന്റ്സും കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പോലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഒരു കീ മാനേജീരിയൽ പേഴ്സൺ എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ് ആണ്. കീ മാനേജീരിയൽ പേഴ്സൺ സെക്ഷൻ 203 പറയുന്നത്. സെക്ഷൻ നമ്പർ 203 അറിയാമോ? കീ മാനേജീരിയൽ പേഴ്സൺസ് എന്തൊക്കെയാണ്, ആരൊക്കെയാണെന്നുള്ളത് ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റിലൊന്ന് പറഞ്ഞേ ആരൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ കീ മാനേജറിയൽ പേഴ്സൺ ആരൊക്കെയാണെന്നുള്ള ഒരു ധാരണയൊക്കെ ഉണ്ട് ചെറുതായിട്ട് അല്ലേ? ഓക്കെ, എവറി കമ്പനി ബിലോങ്ങിങ് ടു സച്ച് ക്ലാസ് അല്ലെങ്കിൽ ക്ലാസ് ഓഫ് കമ്പനീസ് ആസ് മേ ബി പ്രിസ്ക്രൈബ് ഷാൽ ഹാവ് ദ ഫോളോയിങ് ഹോൾ ടൈം കീ മാനേജറിയൽ പേഴ്സൺസ്. ഹോൾ ടൈം കീ മാനേജറിയൽ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ മാനേജർ ഇൻ ദ ആബ്സെൻസ് എ ഹോൾ ടൈം ഡയറക്ടർ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി, CFO. ഇവരെയൊക്കെ നമ്മൾക്ക് ഒരു ഹോൾ ടൈം KMP കീ മാനേജീരിയൽ പേഴ്സൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഹോൾ ടൈം KMP ആരൊക്കെയാണ്? MD, CEO, ഹോൾ ടൈം ഡയറക്ടർ, CS, CFO. ഇത്രയും പേരെ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? ഹോൾ ടൈം KMP ആയിട്ട് കൺസിഡർ ചെയ്യാം. എവറി ഹോൾ ടൈം കീ മാനേജീരിയൽ പേഴ്സൺ ഓഫ് കമ്പനി ഷാൽ ബി അപ്പോയിന്റഡ് ബൈ മീൻസ് ഓഫ് റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇവരെ എന്ത് ചെയ്യാൻ? ഷാൽ ബി അപ്പോയിന്റഡ് ബൈ മീൻസ് ഓഫ് റെസൊല്യൂഷൻ. And shall not hold office in more than one company except in its subsidiary. സബ്സിഡിയറി കമ്പനിയിൽ അറ്റ് ദ സെയിം ടൈം KMP ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ അല്ലാതെ വേറൊരു കമ്പനിയിൽ പോയിട്ട് അറ്റ് ദ സെയിം ടൈം രണ്ട് കമ്പനിയിൽ KMP ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഓഫീസ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇഫ് ദ ഓഫീസ് ഓഫ് എനി ഹോൾ ടൈം ഡയറക്ടർ ഈസ് വെക്കേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ വേക്കൻസി 6 monthsനുള്ളിൽ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. ആ വേക്കൻസി നമ്മൾ എന്ത് ചെയ്യണം? 6 monthsനുള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യണം. ഇഫ് എ കമ്പനി കോൺട്രവെയിൻസ് പ്രൊവിഷൻസ് കോൺട്രവെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫൈൻ 1 lakh തൊട്ട് 5 lakh വരെ. ഡയറക്ടറിന് കീ മാനേജറിയൽ പേഴ്സണിന് 50,000 ഫൈനാണ് വരുന്നത്. കണ്ടിന്യൂയിങ് 1 ആണെന്നുണ്ടെങ്കിൽ 1,000 rupees ഫോർ എവറി ഡേ ആഫ്റ്റർ ദ ഫസ്റ്റ് ഡേ. കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ
1000 രൂപ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഫൈൻ വരുന്നുണ്ടാവും. ഈ ഒരു രീതിയിലാണ് പെനാൽറ്റി വരുന്നത്. എവിടെയാണ് പെനാൽറ്റി വരുന്നത്? നമ്മൾ പറഞ്ഞത് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് കെ മാനേജറിയൽ പേഴ്സൺ സെക്ഷൻ 203. ഇപ്പൊ ഐഡിയ വന്നോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് വൈൻഡിങ് അപ്പ്? വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നതും ഡിസൊല്യൂഷനും ഒന്നാണോ? സോ അത് നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിക്കുക. അപ്പൊ നമുക്ക് വൈൻഡിങ് അപ്പ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ by which dissolution of a company is brought about and its assets are realized and applied in payment of its debts. ഇതിനെയാണ് ലിറ്ററലി സ്പീക്കിംഗ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. Dissolution is brought about, its asset നമ്മൾ റിയലൈസ് ചെയ്യുന്നു, അതിൻ്റെ ഡെറ്റ്സ് പേയ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു. ഈ ഒരു ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ആഫ്റ്റർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഡെറ്റ് അതായത് കടങ്ങളെല്ലാം കൊടുത്തു തീർന്നതിന് ശേഷം എന്തെങ്കിലും ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ഇത് മെമ്പേഴ്സിന് കൊടുക്കും. അവരുടെ ക്യാപിറ്റലിന്റെ പ്രൊപ്പോർഷനിൽ നമ്മളത് മെമ്പേഴ്സിന് കൊടുക്കും. ദസ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ദ ഡിസൊല്യൂഷൻ ഓഫ് ദ കമ്പനി. അപ്പോൾ വൈൻഡിങ് അപ്പും ഡിസൊല്യൂഷനും സെയിം ആണോ? ഉണ്ടോ? ഓക്കെ. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ പഠിക്കാനില്ല. ഒന്ന് ചെക്ക് ചെയ്യോ കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ എന്താ പറയുക ബുക്സിൻ്റെ ഇതനുസരിച്ചിട്ട് ചിലപ്പം വേരി ചെയ്യുന്നുണ്ടാവും. ബട്ട് എനിവേ നിങ്ങൾ ഓൾറെഡി പഠിച്ചതല്ലേ വൈൻഡിങ് അപ്പ് എന്താണെന്നുള്ളത്. അപ്പോൾ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ഡിസൊല്യൂഷനിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വൈൻഡിങ് അപ്പ് എന്നുള്ളത്. മോഡ്സ് ഓഫ് ക്ലോഷർ ഓഫ് കമ്പനി ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്ലോസ് ചെയ്യാം എന്നുള്ളത്. റിമൂവൽ സ്ട്രൈക്ക് ഓഫ് നെയിം ഓഫ് ദ കമ്പനി, വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ ലിക്വിഡേഷൻ. ഈ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കമ്പനീനെ ക്ലോസ് ചെയ്യാം, കമ്പനീനെ പൂട്ടിക്കെട്ടാം. ആൻഡ് കമ്പനിക്ക് സ്വയമേ പൂട്ടിക്കെട്ടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ട്രിബ്യൂണൽ കോർട്ടിന് കമ്പനീനെ നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. ആ ഒരു സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെഴുതും? നിങ്ങളുടെ ഇതാണ് എഴുതേണ്ടത്. ഇതായിരിക്കണം നിങ്ങളുടെ ആൻസർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. ഇഫ് കമ്പനി ഹാസ് ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ, കമ്പനി തീരുമാനിക്കുകയാണ്, സ്പെഷ്യൽ റെസൊല്യൂഷൻ തീരുമാനിക്കുകയാണ്, കമ്പനിയുടെ ട്രിബ്യൂണലിൽ വന്നിട്ട് നമ്മുടെ കമ്പനിയെ ബൗണ്ട് അപ്പ് ചെയ്യട്ടെ എന്ന് കമ്പനി സ്പെഷ്യൽ റെസൊല്യൂഷനിലൂടെ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിബ്യൂണൽ എന്ത് ചെയ്യും? പോയിട്ട് വൈൻഡ് അപ്പ് ചെയ്യും. ഇനി അല്ല, കമ്പനി എന്തെങ്കിലും സോവറിൻ്റെ ഇന്ത്യൻ ഇൻറ്റിഗ്രിറ്റി ഓഫ് ഇന്ത്യയിൽ നമ്മൾ ഐ സി. ഓക്കെ, അപ്പോൾ ഇനി സപ്ലൈ ഇല്ല കേട്ടോ. ഇന്ത്യൻ ഇൻറ്റിഗ്രിറ്റിയിൽ എതിരെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള പബ്ലിക് ഓർഡർ അല്ലെങ്കിൽ മൊറാലിറ്റിയിൽ സൊസൈറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ട്രിബ്യൂണൽ തീരുമാനിക്കും നീ ഇനി കമ്പനി നടത്തിക്കൊണ്ട് പോകണ്ട എന്നുള്ളത് തീരുമാനിക്കും. അങ്ങനെ കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ട്രിബ്യൂണലിന് തോന്നുവാണ് ഇവൻ ഇനി ബിസിനസ് നടത്തിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല, അപ്പോൾ അതിന് തോന്നുന്നതാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് വൈൻഡിങ് അപ്പ് കമ്മിറ്റി. ഒരു കമ്മിറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? വിതിൻ 3 വീക്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് പാസിംഗ് വൈൻഡിങ് അപ്പ് ഓർഡർ പാസ് ചെയ്ത് 3 വീക്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? വൈൻഡിങ് അപ്പ് കമ്മിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ട്. ദെൻ ഒരു ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഉണ്ടാവും, നോമിനി ഓഫ് സെക്യൂർഡ് ഡെറ്റേഴ്സ് ഉണ്ടാവും, പ്രൊഫഷണൽ നോമിനേറ്റഡ് ബൈ ദ ട്രിബ്യൂണൽസ് ഈ പറഞ്ഞ കമ്മിറ്റിയിൽ ഉണ്ടാവും. ഷെൽ കംപ്രൈസ് ഓഫ് ദ ഫോളോയിങ് പേഴ്സൺസ്. ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഉണ്ടാവും, നോമിനി ഓഫ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ നോമിനീസ് ഉണ്ടാവും, അതുപോലെ തന്നെ പ്രൊഫഷണൽസ് നോമിനേറ്റഡ് ബൈ ദ ട്രിബ്യൂണലും ഉണ്ടാവും. ഇനി എന്തൊക്കെയാണ് ഒരു വൈൻഡിങ് അപ്പ് കമ്മിറ്റിയുടെ ഫങ്ഷൻസ്? വൈൻഡിങ് അപ്പിന്റെ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. അസറ്റ്സ് റിയലൈസ് ചെയ്യുക, ഡെറ്റ്സ് എന്ത് ചെയ്യുക? ഡെറ്റ്സിന്റെ പേയ്മെന്റിലേക്ക് അത് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതാരായിരിക്കും ചെയ്യുന്നത്? ഈ വൈൻഡിങ് അപ്പ് കമ്മിറ്റിയിലെ ടേക്കിംഗ് ഓവർ അസറ്റ്സ്, എക്സാമിനേഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, റിക്വയറി ഓഫ് പ്രോപ്പർട്ടി, ബെനിഫിറ്റ്സ് ഡിറൈവ്ഡ് തherefrom, റിവ്യൂ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്സ്, സെയിൽ ഓഫ് അസറ്റ്സ്, ഫൈനലൈസേഷൻ ഓഫ് ക്രെഡിറ്റ്സ് ആൻഡ് കോൺട്രിബ്യൂട്ടറീസ്. ഇതൊക്കെ ആരുടെ ഫങ്ഷൻസ് ആണ്? വൈൻഡിങ് അപ്പ് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ആണ്. വായിച്ച് വച്ചിരിക്കാം. ദെൻ നമ്മുടെ കമ്പനി ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞ ഒരാളെ പറ്റി നമുക്കിനി പഠിക്കാം. അപ്പം ഒരു കമ്പനി വൈൻഡിങ് അപ്പ് തീരുമാനിക്കുന്ന സമയത്ത് കമ്പനി എന്ത് ചെയ്യണം? ഒരു ട്രിബ്യൂണൽ ഒരു മീറ്റിംഗ്
നടത്തണം. ആൻഡ് ആ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ട്രിബ്യൂണലിന് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ പ്രിപ്പയർ എ ഡ്രാഫ്റ്റ് ഫൈനൽ റിപ്പോർട്ട് ഫോർ കൺസിഡറേഷൻ ആൻഡ് അപ്രൂവൽ ഓഫ് വൈൻഡിങ് അപ്പ് കമ്മിറ്റി. സോ ഇതൊക്കെയാണ് റിപ്പോർട്ട്സ് ആൻഡ് മിനിറ്റ്സിൻ്റെ പ്രൊവിഷൻസ്. സെക്ഷൻ 277 സബ്സെക്ഷൻസിലാണ് ഇത് പറയുന്നത്. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിട്ട് പോവുക. ആൻഡ് ഇനി ഒരു ലിക്വിഡേറ്റർ, ബൈ നൗ നമുക്ക് മനസ്സിലായി വൈൻഡിങ് പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് ട്രിബ്യൂണൽ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഓഫീസറിനെയാണ് നമ്മൾ ലിക്വിഡേറ്റർ എന്ന് നമ്മൾ പറയുന്നത്. ലിക്വിഡേറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓഫീസർ ഹു ഇസ് particularly appointed to wind up affairs of the company when it decides to end of its operation, typically when it goes bankrupt. ആ ഒരു സിറ്റുവേഷൻ ആണ് പറയുന്നത്. ബാങ്ക്രപ്റ്റ് ആവുന്ന സമയത്തും എന്ത് സംഭവിക്കാറുണ്ട്, വൈൻഡിങ് അപ്പ് സംഭവിക്കാറുണ്ട്. Persons appointed by the tribunal as a company liquidator in accordance with the provisions of section 275 പ്രൊവിഷൻസിലാണ് എന്ത് അപ്പോയിന്റഡ് ആവുന്നത്, നമ്മുടെ കമ്പനി ലിക്വിഡേറ്റർ അപ്പോയിന്റഡ് ആവുന്നത് ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി അണ്ടർ ദിസ് ആക്ട്. ഇനി ഒരു കമ്പനി ലിക്വിഡേറ്ററിന് എന്തൊക്കെ പവേഴ്സ് ആയിരിക്കും നിങ്ങൾ ഊഹിച്ചു നോക്കി. കമ്പനി ലിക്വിഡേറ്റർ എന്തിനാണ് വന്നിട്ടുള്ളത്, വൈൻഡിങ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കില്ലേ കമ്പനി ലിക്വിഡേറ്ററിൻ്റെ പവർ എന്നുള്ളത്, ടു ക്യാരി ഓൺ ദ ബിസിനസ് ഓഫ് കമ്പനി സോ ഫാർ ആസ് ബെനിഫിഷ്യൽ ഫോർ ദ വൈൻഡിങ് അപ്പിന് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ കമ്പനീനെ നടത്തിക്കൊണ്ട് പോകാനുള്ള കുറച്ച് സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നടത്തിക്കൊണ്ട് പോകേണ്ടത് പവർ, ആ ഒരു പവർ ആർക്കുണ്ട്, കമ്പനി ലിക്വിഡേറ്ററിന് ഉണ്ട്. ഈ മൂബിൾ അതുപോലെ തന്നെ മൂബിൾ പ്രോപ്പർട്ടീസ് വിൽക്കാനുള്ളത് പവർ ഉണ്ട്, ക്ലെയിംസ് സെറ്റിൽ ചെയ്യാനുള്ള പവർ ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡ്സ് ആൻഡ് റിട്ടേൺസ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള പവർ ഉണ്ട്, ടു ഡ്രോ അക്സെപ്റ്റ് മേക്ക് എൻഡോസ് ഇൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ, ചെക്ക്, ബില്ല്, ഹിന്ദി, പ്രോമിസറി നോട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പനിയുടെ ബിഹാഫിൽ ചെയ്യാനുള്ള റൈറ്റ്സ് പവർ ആർക്കുണ്ട്, കമ്പനി ലിക്വിഡേറ്ററിനുണ്ട്. ടു ടേക്ക് ഔട്ട് ഇൻ ഹിസ് ഒഫീഷ്യൽ നെയിം ലെറ്റേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ to any deceased contributor to do in the official name act necessary for obtaining payment for any money due from the contributory അല്ലെങ്കിൽ his extent cannot be conveniently done in the name of the company. കമ്പനിയുടെ വൈൻഡിങ് പ്രോസസ്സിൽ കമ്പനിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ മാക്സിമം പെർഫോം ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്, ആരുടെ പവറാണ്, നമ്മുടെ കമ്പനി ലിക്വിഡേറ്ററിൻ്റെ പവറാണ്. ഓക്കെ, അസറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ലയബിലിറ്റീസ് ഡ്യൂട്ടീസ് ഒക്കെ ഇത് ചെയ്യുക എന്നുള്ളത്. ദെൻ ഡ്യൂട്ടീസിനെ പറ്റിയും ഇവിടെ നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്, ഇൻഡിവിജ്വൽ ഹു ഈസ് അപ്പോയിന്റഡ് ആസ് ലിക്വിഡേറ്റർ മസ്റ്റ് വിതിൻ എത്ര ദിവസം, 30 days ഓഫ് ബിക്കമിങ് സച്ച് ലിക്വിഡേറ്റർ എന്ത് ചെയ്യണം, നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുക്കണം. ആർക്ക് കൊടുക്കണം, അസസിങ് ഓഫീസറിന് കൊടുക്കണം. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ലിക്വിഡേറ്റർ ടു ആക്ട് ഇക്വിറ്റബിളി ഇംപാർഷ്യലി ദ ഹോൾ വൈൻഡിങ് പ്രൊസീജിയർ. ഹോൾ വൈൻഡിങ് പ്രൊസീജിയർ ഇംപാർഷ്യലി പെർഫോം ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്, കമ്പനി ലിക്വിഡേറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. ലിക്വിഡേറ്റർ മസ്റ്റ് ബ്രിങ് ഇൻ ടു ഹിസ് കസ്റ്റഡി ആൻഡ് കൺട്രോൾ ഓഫ് ദ പ്രോപ്പർട്ടി. അതും ആരുടെ ഉത്തരവാദിത്തമാണ്, ലിക്വിഡേറ്ററിൻ്റെ ഉത്തരവാദിത്തമാണ്. പ്രിലിമിനറി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ട്രിബ്യൂണലിൻ്റെ ഡയറക്ഷൻ കിട്ടിയതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ മീറ്റിംഗ് വിളിക്കുക, പ്രോപ്പർ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുക, കീപ് ഓൾ സംസ് റിസീവ്ഡ് ബൈ ഹിം ഓൺ ബിഹാഫ് ഓഫ് കമ്പനി. കമ്പനിയുടെ വൈൻഡിങ് പ്രോസസ്സിൽ അസറ്റ്സ് റിയലൈസ് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, ആ അസറ്റ്സ് റിയലൈസ് ചെയ്ത് കിട്ടിയിട്ടുള്ള എമൗണ്ട്സ് കീപ്പ് ചെയ്യാനുള്ള, സംസ് കീപ്പ് ചെയ്യാനുള്ള പവറും ഡ്യൂട്ടിയും ആർക്കുണ്ട്, നമ്മുടെ ലിക്വിഡേറ്റർ ഉണ്ട്. ലിക്വിഡേറ്റർ ഓഫ് ടു ആക്ട് വിത്ത് കെയർ ആൻഡ് എഫിഷ്യൻസി, ബുദ്ധിപരമായിട്ടും സൂക്ഷ്മതയോടുകൂട്ടൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, റെക്കോർഡ്സും മെയിൻ്റെനൻസ്, അക്കൗണ്ട്സും റെക്കോർഡ്സും ഒക്കെ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടും ഉണ്ട്. ഇനി ഈ ഒരു വൈൻഡിങ് അപ്പിന് കോൺസിക്വൻസസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, വൈൻഡിങ് അപ്പ് ഡസ് നോട്ട് ടേക്ക് അവേ എക്സിസ്റ്റൻസ് ഓഫ് കമ്പനി കംപ്ലീറ്റ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞു, വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് ഡിസൊല്യൂഷനിലേക്കുള്ള ഒരു ലീഡിങ് ആണ്, കംപ്ലീറ്റ്ലി എൻ്റെ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനെയാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ എക്സിസ്റ്റൻസ് എന്താവില്ല, മാഞ്ഞ് പോകുന്നില്ല. കമ്പനി കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ് കോമ്പറേറ്റീവ് ലെറ്റ്സ് ഡിസൊല്യൂഷൻ വരെ എന്ത് ചെയ്യുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓൺ ഗോയിങ് ബിസിനസ് ഓഫ് കമ്പനീസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ആരാണ്, ലിക്വിഡേറ്റർ. നമ്മളിവിടെ പവേഴ്സ് പഠിച്ച സമയത്ത് കമ്പനിയുടെ ലിക്വിഡേഷന് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ ബിസിനസ് ക്യാരി ഓൺ ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്, ലിക്വിഡേറ്ററിനുണ്ട്. അപ്പോൾ ഡിസൊല്യൂഷൻ വരെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത് ആരായിരിക്കും, നമ്മുടെ ലിക്വിഡേറ്റർ
ആയിരിക്കും. ആസ് റിഗാർഡ്സ് ഷെയർ ഹോൾഡേഴ്സ്, കോൺട്രിബ്യൂട്ടേഴ്സ്, എ ന്യൂ സ്റ്റാറ്റുട്ടറി ലയബിലിറ്റി കം ഇൻ ടു എക്സിസ്റ്റൻസ്. അതുപോലെ തന്നെ എവറി ട്രാൻസാക്ഷൻസ് ഓഫ് ഷെയർ ഡ്യൂറിങ് ദ ലിക്വിഫേഷൻ ഓഫ് ഡൺ വിത്തൗട്ട് അപ്രൂവൽ ഓഫ് ലിക്വിഡേറ്റേഴ്സ് ടേംഡ് ആസ് വോയിഡ്. ലിക്വിഡേറ്ററിൻ്റെ അപ്രൂവൽ ഇല്ലാതെ നടക്കുന്ന ട്രാൻസാക്ഷൻ എല്ലാം എന്താണ്? വോയിഡ് ആണ് ആ ഒരു സമയത്ത്. ഇനി ഒരു ക്രെഡിറ്റേഴ്സിന്റെ പൊസിഷനിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈൻഡിങ് അപ്പിന്റെ എഫക്റ്റ് എന്താണ്? ക്രെഡിറ്റേഴ്സിന് ഈ കമ്പനിക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല? കേസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഓൾറെഡി ഡിക്രീസിലായിട്ടുള്ള ക്രെഡിറ്റേഴ്സിന് കനോട്ട് പ്രൊസീഡ് വിത്ത് എക്സിക്യൂഷൻ. അതുപോലെ തന്നെ ദേ മസ്റ്റ് എക്സ്പ്ലെയിൻ ദെയർ ക്ലെയിംസ് ആൻഡ് ജസ്റ്റിഫൈ ദെയർ ക്ലെയിംസ് ടു ദ ലിക്വിഡേറ്റർ. ഇനി അയാളുടെ ക്ലെയിം അയാൾ ആരുടെ അടുത്താണ് പറയേണ്ടത്? ലിക്വിഡേറ്ററിൻ്റെ അടുത്താണ് പറയേണ്ടത്. ഇനി ഒരു മാനേജ്മെൻറ്റിൻ്റെ റിഗാർഡിൽ നോക്കുവാണെങ്കിൽ വൈൻഡിങ് അപ്പിൻ്റെ എഫക്റ്റ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാനേജ്മെൻറ്റ് നോക്കുവാണെങ്കിൽ ഒരു ലിക്വിഡേറ്റർ അപ്പോയിൻറ്റഡ് ആയിട്ടുണ്ട്. എല്ലാ പവേഴ്സും ഡയറക്ടേഴ്സിൻ്റെ, ചീഫ് എക്സിക്യൂട്ടീവ്സിൻ്റെ, ഓഫീസേഴ്സിൻ്റെ എല്ലാം പവേഴ്സ് അവിടെ അവസാനിച്ചു. ഇനി എല്ലാ പവറും ആർക്കാണുള്ളത്? നമ്മുടെ ലിക്വിഡേറ്ററിനാണ് പവർ ഉള്ളത്. ഓൺലി പവർ ടു ഗീവ് നോട്ടീസ് ഓഫ് റെസൊല്യൂഷൻ ആൻഡ് പവർ ടു അപ്പോയിന്റ് ബൈൻഡിങ് അപ്പ് ആർ ഗിവൻ ടു ദ മെമ്പേഴ്സ്. ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നതിനുള്ള പവറും കാര്യങ്ങളൊക്കെ മാത്രമേ ആർക്കുള്ളൂ? മെമ്പേഴ്സിന് ഇനിയുള്ളൂ. ഈ പോയിന്റ്സ് ഇല്ലാത്തതാണ് കേട്ടോ. ഓൾ ഡിസ്പോസിഷൻസ് ഒരു കമ്പനിയുടെ പ്രോപ്പർട്ടിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ആസ് റിഗാർഡ്സ് ഡിസ്പോസിഷൻ ഓഫ് ദ കമ്പനീസ് പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോയിഡ് ആണ്. ഇഫ് ദ ഡിസ്പോസിഷൻ ഹാസ് നോട്ട് അപ്രൂവ്ഡ് ബൈ ദ കോർട്ട്, ലിക്വിഡേറ്റർ അല്ലെങ്കിൽ കോർട്ട് അത് അപ്രൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കമ്പനീസ് പ്രോപ്പർട്ടീസിൻ്റെ ഡിസ്പോസിഷൻ എന്താണ്? വോയിഡ് ആണ്. സോ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട പോയിന്റ്സ്. നിങ്ങൾക്ക് മെറ്റീരിയൽ നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നുണ്ടാവും. സോ നമ്മളുടെ ഇന്നത്തെ 2 ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഗുഡ് ആൻഡ് വെൽ എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മിസ്സിംഗ് ആയിട്ടുള്ള പോയിന്റ്സിൽ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളത് ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവും, അതിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. സോ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ട് തന്നെ പോവുക. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുക. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടുള്ള ഒരു ഡിസ്കഷനിൽ നിങ്ങൾ വരുന്നുണ്ടാവും. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ്, അപ്പോൾ നമ്മുടെ ചാപ്റ്റേഴ്സ് മൊഡ്യൂൾസ് എല്ലാം കവർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലായിട്ട് വരുന്നത് വരെ നിങ്ങൾ ബാക്കി ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ഏതെങ്കിലും പോർഷൻസ് ഇനിയും റിവൈസ് ചെയ്യാനോ എന്തെങ്കിലും കവർ ചെയ്യാനോ മിസ്സിംഗ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ഒന്ന് കവർ ചെയ്ത് സെറ്റ് ആയിരിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്ത് ഇത്തവണ സപ്ലി ഒന്നും ഇല്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് പാസ്സാവാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.